സഹോദരങ്ങളെ, സൂറത്ത് മുംതഹിനയിലെ 4-ാമത്തെ വചനമാണ് ഞാൻ ഓതിക്കേട്ടത്. ഇബ്രാഹീമിന്റെ ഒരു സംഭവമാണ് നാം പറഞ്ഞ ആയത്തിൽ വിവരിക്കുന്നത്. അത് വിശദീകരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്തിനാണ് ദീന് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണം. പലപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഈ കാര്യം. ദീൻ എന്നുള്ളത് മനുഷ്യർക്കിടയിൽ ശത്രുതയോ പകയോ വിദ്വേഷമോ സംഘർഷങ്ങളോ ഉണ്ടാക്കി തീർക്കാനല്ല, മനുഷ്യർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും നന്മയും ഉണ്ടാക്കി തീർക്കാനായിരിക്കണം ദീൻ എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്ത് ഇന്നുള്ള മതങ്ങളൊക്കെ മനുഷ്യർക്കിടയിൽ സംഘർഷങ്ങളാണ് ഉണ്ടാക്കുന്നത്, പകയാണ് ഉണ്ടാക്കുന്നത്, വിഭജനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിൽ ഖുർആനിനെ, വേദങ്ങളെ ശരിക്ക് മനസ്സിലാക്കാത്ത പോയതാണ് അതിന് കാരണം. ഒന്ന്, അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇബ്രാഹിമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ കാര്യമൊന്നും ഇവിടെ വിശദീകരിക്കണമെന്ന് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞതുകൊണ്ടാണ് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വേറെ ഏതെങ്കിലും വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. 12:30 വരെ നമുക്ക് ക്ലാസ് എടുക്കാം. അത് കഴിഞ്ഞാൽ എനിക്ക് പോകണം. ഇവിടെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു സംഭവമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ നാട്ടുകാരൊക്കെ ഉത്സവത്തിന് പോയപ്പോൾ വിഗ്രഹങ്ങൾ തച്ചുടച്ചു. അതിൽ വലിയ ഒരു വിഗ്രഹത്തെ മാത്രം അവിടെ മാറ്റി നിർത്തി അതിന്റെ കഴുത്തിൽ ഒരു കോടാലിയും തൂക്കി അദ്ദേഹം പോയ ഈ കഥ ഞാനും നിങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ടുപഠിച്ച ഒരു സംഭവം. ഈ സംഭവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിമിൽ ഉസ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് മാതൃകയുണ്ട്. അപ്പൊ ഇബ്രാഹിമിലുള്ള ഈ ഉസ്വത്ത് ഇന്ന് നമ്മൾ നടപ്പിലാക്കാൻ നിന്നാൽ ലോകത്ത് സംഘർഷങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. താലിബാനിസത്തിന്റെ മറ്റൊരു രൂപമാണ് ഇബ്രാഹിം ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാണ്. സത്യത്തിൽ എന്താണ് ആ സംഭവം വിവരിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൂറത്ത് അംബിയായിൽ ഈ കാര്യം വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഹാദാ ദിക്റുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ദിക്റാണ് ഈ ഖുർആൻ. അൻസൽനാഹു, ഇത് നിങ്ങളുടെ മനസ്സിൽ നാം നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിലുണ്ടത്. അപ്പൊ അന്തും ലഹു മുൻകിറൂൻ, എന്നിട്ടാണോ നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നത്? നിഷേധം എന്നുള്ളത് തള്ളിക്കളി, ഇൻകാറ് നിഷേധമാണ്. യുരീക്കും ആയാത്തിഹി, അള്ളാഹു അവന്റെ വചനങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അപ്പൊ അന്തും മുൻകിറൂൻ, നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ എന്ന് വേറൊരു വചനത്തിൽ ചോദിക്കണം. അപ്പൊ ഇൻകാറ് എന്നുള്ളത് നിഷേധമായിട്ടാണ് വരിക, തള്ളിക്കളയുക, വെറുക്കുക എന്നുള്ളത്. അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. പിന്നെ പറയുന്നതാണ് വലഖദ് ആതൈന ഇബ്രാഹിമ റുശ്ദഹു, ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ മാർഗദർശനം ഞാൻ നൽകി. റുഷ്ദ് ഞാൻ പലപ്പോഴും നിങ്ങൾക്കറിയാലോ, തതബയ്യന റുഷ്ദു മിനൽ ഗയ്യി ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇതാണ് ഖുർആനിന്റെ തത്ത ആ ആയത്താണ്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യി, അതാണ് റുഷ്ദ്. ഇന്നി ആനസ്തു റുഷ്ദൻ എന്ന് മൂസ പറഞ്ഞു. റുഷ്ദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം, ഈ മാർഗദർശനം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇബ്രാഹിം മാർഗദർശനത്തിലായപ്പോൾ കുന്നാ ബിഹി ആലിമീൻ, നാം അദ്ദേഹത്തെക്കുറിച്ച്, ആ ഇബ്രാഹിമിനെ കുറിച്ച് നാം അറിവുള്ള ആളുമായിരുന്നു. ഇത് ഖാലലി അബീഹി വ ഖൗമിഹി, അദ്ദേഹത്തിന്റെ റുഷ്ദിലായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഖൗമിനോടും അബിനോടും പറഞ്ഞു. ഖൗമ് എന്ന് പറയുമ്പോൾ നാം
ജനങ്ങളുടെ ദീനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ തൽക്കാലപ്പുറങ്ങൾ ഒരു സമൂഹം മുന്നോട്ട് വെക്കുന്ന ദീൻ എന്താണോ അതാണ് കൗമ്. അബ് എന്ന് പറയുന്നതും അതന്നെയാണ്. അബ് എന്ന് പറയുന്ന രണ്ട് നിലക്കുള്ള ആശയങ്ങളുമുണ്ട്. ഒന്ന് നമുക്ക് മാതൃകയാകേണ്ട ആശയങ്ങളുമുണ്ട്. അതാണ് നമ്മൾ അബ് ചെയ്തത്. ഇതിന് ഭാഷാപരമായിട്ട് വിശദീകരിച്ചതും ഇപ്പൊ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അബ് എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക എന്നാണ്. സത്യത്തെ വിസമ്മതിക്കുകയും ചെയ്യും, തിന്മയെ വിസമ്മതിക്കുകയും ചെയ്യും നമ്മളുടെ മനസ്സ്. അതാണ് അബ്. രണ്ടും പേരും. അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു എന്നാണ്. അബാവസ്തക്ബറ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ ഭാഷാപരമായിട്ട് ഇനി ഇതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് പറയേണ്ടത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പദങ്ങളൊക്കെ ഇപ്പൊ ഞാൻ അബ് എന്ന് പറയുമ്പോൾ അത് ദീനാണ് എന്ന് പറയുമ്പോൾ അത് എത്തിപ്പെടുന്ന ആ ആശയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ജന്മം തന്ന വാപ്പയല്ല. അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ജന്മം നൽകിയ ഉമ്മയല്ല. നാം അമ്മ എന്ന് പറഞ്ഞ് അമ്മ എന്ന അറബി വാക്കിന്റെ അർത്ഥം പിന്തുടർന്നു എന്നാണ്. അമ്മ നമ്മൾ ഒരു ആശയത്തെയോ ഒരു വ്യക്തിയെയോ ഇമാമാക്കുക, അതാണ് അമ്മ എന്ന്. അവനാണ് ഉമ്മ. നാം ഏതൊരു തത്വശാസ്ത്രത്തെയാണോ മാതൃകയാക്കുന്നതും നാം പിന്തുടരാൻ ആഗ്രഹിക്കുന്നതും അതാണ് നമ്മുടെ ഇമാമ്, അതാണ് നമ്മുടെ ഉമ്മ. അതാണ് ഈത്തമ്മ എന്ന് പറഞ്ഞാൽ ഇമാമാക്കി എന്നാണ്. ഈത്തമ്മ അത് അമ്മ എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ് ഈത്തമ്മയും ഉമ്മും ഉമ്മഹാത്തും ഒക്കെ ഉണ്ടാകുന്നത്. നമുക്ക് മാതൃകയാകേണ്ടത്. മറ്റത് അബു വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനെ ഭാഷ വിശദീകരിച്ച പണ്ഡിതന്മാര് അത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസകരമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അള്ളാഹുവിന്റെ ആശയാണ് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവസാനിപ്പിക്കുക. പിന്നെ അതിനെ വല്ലാതെ മല്ലിക്കെട്ടാന്നൊക്കെ ഉണ്ടാ. അബ് എന്ന് പറഞ്ഞാൽ ദീനാണ് എന്ന് പറഞ്ഞാൽ മതി. രണ്ടും പെടുന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട. ഇബിന് എന്ന് പറഞ്ഞാൽ അതും ദീനാണ്, അതും രണ്ടും പെടുന്നു പറഞ്ഞാൽ പിന്നെ അതിന്റെ ആത്യന്തികതയിലേക്ക് അതിന്റെ ഭാഷയിലേക്ക് പോകുമ്പോൾ പിന്നെ അതിന്റെ വിശദീകരണം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇബിന് എന്ന് പറഞ്ഞാൽ ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ്. ഖുർആൻ വെച്ച് അല്ലെങ്കിൽ നമ്മളിലുള്ള ഖുർആൻ വെച്ച് അള്ളാഹുവിന്റെ ഖുർആൻ വെച്ച് നാം സൃഷ്ടിച്ചെടുക്കുന്ന നാം നിർമ്മിച്ചെടുക്കുന്ന ആശയങ്ങളാണ് നമ്മുടെ ഇബിന്. അത് രണ്ടും പെടും. നമ്മളിൽ പിശാചുണ്ട്, ദൈവികതയുണ്ട്. അപ്പൊ പൈശാചികത ഉപയോഗിച്ച് നാം സൃഷ്ടിച്ചെടുക്കുന്ന ഇബിനും പെടും, ദൈവികത ഉപയോഗിച്ച് നാം സൃഷ്ടിച്ചെടുക്കുന്ന രൂപീകരിച്ചെടുക്കുന്ന ഇബിനും പെടും. രണ്ടും അതിൽ പെടും. പക്ഷെ ഞാൻ ഇബിന് എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ദീനും പെടും, പിന്നെ ഈമാനിന്റെ ദീനും പെടും എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കലാണ്. അതിപ്പോ ആളുകൾക്ക് അത് എളുപ്പാക്കി തരികയാണ്. ഇപ്പൊ നോഹിന്റെ ഇബിന് കുഫറിന്റെ ആശയം, നോഹിന്റെ ഇബിന്, നോഹിന്റെ മകൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ രക്തത്തിൽ ജനിക്കുന്ന എന്റെ കുട്ടിയല്ല എന്റെ ഇബിൻ. അതാണ് ഇബിന് എന്ന് പറഞ്ഞത്. ഇതിനെ ഭാഷാപരമായിട്ടുള്ള വിശദീകരണം ആവശ്യമുള്ളവർക്ക് പിന്നീട് ഞാൻ തരണ്ട്. ഇപ്പൊ നിങ്ങൾ അബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിഷേധത്തിന്റെ ദീനാണ്, ആശയമാണ് ആസർ എന്നുള്ളത്. ആ ആശയത്തോടും അദ്ദേഹത്തിന്റെ സമൂഹം മുന്നോട്ട് വെക്കുന്ന ദീനിനോടുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത്? മാഹാദിഹി തമാസീലുല്ലത്തി അന്തും ലഹാ ആക്കിപ്പോൾ, നിങ്ങൾ ഈമാൻ കൊള്ളുന്ന ഈ ആശയങ്ങൾ, ഈ രൂപങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ രൂപങ്ങൾ എന്ന് കേൾക്കുമ്പോഴത്തിന് പ്രതിമകൾ എന്നുള്ള അർത്ഥത്തിലേക്ക് വരികയാണ്. പ്രതിമകളല്ല, അവൻ ഉൾക്കൊണ്ട ദൈവികമല്ലാത്ത ആശയങ്ങളാണ് ഈ തിംസാലുകൾ, മസലുകൾ. മസലെന്ന് പറഞ്ഞല്ലോ, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി ലറബല്ലാഹു മസലൻ. അതിനെന്താ, ഈ റൂട്ടിൽ നിന്നാണ് തിംസാൽ ഉണ്ടായത്. അവര് രൂപപ്പെടുത്തി, അവരുടെ ഭാവനയിൽ അവർ രൂപപ്പെടുത്തി ഉണ്ടാക്കിയ നിങ്ങൾ ആക്കഫ എന്ന് പറഞ്ഞാൽ ഈമാൻ കൊള്ളുക എന്നാണ്. അതിന്റെ റൂട്ടിലേക്ക് ഇപ്പൊ ഞാൻ പോണില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഈ ആശയത്തെ. അപ്പൊ നിങ്ങൾ വചനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ആശയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആശയം എന്താണ് എന്ന് ആ സമൂഹത്തോട് അദ്ദേഹം ചോദിക്കുകയാണ്. ഖാലു വജബ്നാ അലൈഹി ആബാഅനാ ലഹാ ആബിദൂൻ.
ആബിദീൻ, ഞങ്ങളുടെ പൂർവികരൊക്കെ മുന്നോട്ട് വെച്ച ആശയം, അബ് എന്ന് പറയുമ്പോൾ അതാണ് മുമ്പത്തെ ആളുകൾ ഒക്കെ മുന്നോട്ട് വെച്ച, അവരൊക്കെ ഉൾക്കൊണ്ട ഏതൊരാശയമാണോ ആ ആശയത്തിനാണ് ഞങ്ങളും കീഴ്പ്പെടുന്നത്, ഞങ്ങളും ആക്കിഫീങ്ങളാകുന്നത്, ആബിദീങ്ങളാകുന്നത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഈമാനം. അതൊക്കെ എങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഖുർആനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും നമ്മുടെ സ്വന്തം വകയല്ല. ഇപ്പൊ സുജൂദിന് ഈമാനാണെന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഖുർആനിൽ പറ്റിയോ? ആദ്യം സുജൂദ് പറയുന്ന ആദ്യത്തെ ആയത്തന്നെ വൈദ് ഖുൽനാനിൽ മലായികത്തി ഇസ്തുദൂലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ. സുജൂദ് ചെയ്തില്ല, ഇബാവും ഇസ്തിക്ബാറുമാണ് ചെയ്തത്, കാഫിറായി. അപ്പൊ തന്നെ ഈ ഇബായിന്റെയും ഇസ്തിക്ബാറിന്റെയും വിപരീതമാണ് അവിടെ സുജൂദ്. കാഫിറാകാതിരിക്കാനുള്ള കാര്യമാണ്, അത് ഈമാനാണ്. അപ്പോൾ ഇത് എന്താണ് ഖുർആൻ? ഇസ്തുദൂലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബാവും ഇസ്തിക്ബാറും കുഫറുമായി തീർന്നു എന്ന് പറഞ്ഞാൽ സുജൂദ് ഇതാകാതിരിക്കാനുള്ള പണിയാണ് എന്ന് ഉറപ്പാണ്. ഇത് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് വിശദീകരിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോ സുജൂദ് ഖുർആനിൽ ആദ്യം മുതലിന് വരുമ്പോൾ ആദ്യം വന്ന ആയത്ത് അതാണ്. അപ്പൊ അവിടെ തന്നെ ഈ സുജൂദ് വ്യക്തമാക്കി തന്നുവല്ല. ബാക്കി ഇനി താഴെ പറയുന്ന നിരവധി വചനങ്ങളിൽ നിന്ന് സുജൂദ് ആത്യന്തികമായി ഈ ആശയത്തിന് കീഴ്പ്പെടലും അത് ഉൾക്കൊള്ളലുമാണ് എന്നുള്ളത് വ്യക്തമായി കിട്ടും. ലഖദ് കുന്തും അന്തും ആബാഉക്കും ഫീ ളലാലിൻ മുബീൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ പൂർവികരൊക്കെ വ്യക്തമായ വഴികേടിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കാൻ പോകണത് ഈ ആശയം മാത്രം ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത് ചോദിച്ചത് കൊണ്ടാണ്. ഖാലു അജീതനാ ബിൽ ഹഖി അം അന്ത മിനൽ ലാഇബീൻ. നീ സത്യമാണോ പറയുന്നത്? നീ സത്യം അജീതന, നീ സത്യപ്പെടുത്തിയിരിക്കുകയാണോ ബിൽ ഹഖി, പരമമായ ഈ സത്യത്തെ? അം അന്ത മിനൽ ലാഇബീൻ, അതല്ല നീ നിഷേധിക്കുകയാണോ ഞങ്ങളുടെ ആശയത്തെ? ലൈബ് കളിപ്പിക്കുക എന്ന് പറയുന്നത് നിഷേധമാണ്. അതാണ് അം അന്ത മിനൽ ലാഇബീൻ. നീ ഇതിന്റെയൊക്കെ ലാബ് റൂട്ടിലേക്ക് പോയി ഞാൻ പിന്നെ വിശദീകരിച്ചു തരണ്ട് എന്തുകൊണ്ട് ലാബ് നിഷേധമായി വരുന്നു എന്നുള്ളതൊക്കെ. ഇപ്പൊ ഖുർആനിൽ ഇന്നമൽ ഹയാത്ത ദുനിയ ലഇബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനൽ അംവാലി വൽ ഔലാദി വതകാസുറുൻ എന്നുള്ളത് ആ ഖുർആൻ പറഞ്ഞത് മാത്രം മനസ്സിലാക്കുക. ഇത്തഖദു ദീനഹും ലഇബം വഹുസുവ. ദീനിനെ ലഇബും ഹുസുവ ആക്കി എന്ന് പറഞ്ഞാല് നിഷേധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഹയാത്ത ദുനിയ വെറും ലഇബും ലഹുവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിലില്ല. ഇവര് ഹയാത്ത ദുനിയ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം എന്നാ പറയാൻ. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഭൗതിക ലോകത്തിൽ ചോറുന്നലില്ലേ, ചായ കുടിക്കലില്ലേ, സിനിമ കാണലില്ലേ, TV കാണലില്ലേ, കുട്ടികളെ പഠിപ്പിക്കലില്ലേ, പരീക്ഷക്ക് പോക്കില്ലേ, പിന്നെന്താ വെറും ലഇബും ലഹുവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്? അപ്പൊ ഹയാത്ത ദുനിയ എന്ന് പറയുന്ന ഈ ഭൗതിക ജീവിതം അല്ല. അപ്പോ അത് ഭൗതിക ജീവിതമാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ഇന്നമാന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്ന. അപ്പൊ കുഫർ മാത്രമുള്ള ആശയങ്ങളാണ് ഹയാത്ത ദുനിയ. അത് നമ്മുടെ മനസ്സിൽ താഴെ കിടക്കുന്നത്. ഹയാത്ത ദുനിയ അവിടെയാണ്. ഹയാത്തുൽ ആഖിറയിലേക്ക് എത്തണം. അവിടെയാണ് പൂർണ്ണമായി അള്ളാഹുവിന്റെ ആശയങ്ങളുള്ളത്. അവിടെയാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ. അപ്പൊ ഹയാത്ത ദുനിയയിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ ഭൗതിക ജീവിതം അപ്പൊ ഇവര് വിശദീകരിക്കല്. ഭൗതിക ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഭൗതിക ജീവിതത്തിൽ കുട്ടികളെ പഠിപ്പിക്കലുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കലുണ്ട്, കളിതമാശ വളരെ കുറച്ചുള്ളൂ. ക്രിക്കറ്റും ഫുട്ബോളും മറ്റു കളികളൊക്കെ വളരെ കുറച്ചുള്ളൂ, ക്യാരം ബോർഡൊക്കെ. അപ്പൊ അത് തീരല്ല തന്നെ പറയാം. ഇപ്പോഴൊക്കെ തീരല്ല, മുപ്പൊക്കെ കുറച്ചുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഹയാത്ത ദുനിയ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ ഇന്നമാ എന്ന് പറഞ്ഞാൽ ഇവര് പറയും അത് മാത്രം തന്നെയാണ്. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹു ഒരൊറ്റ ഇലാഹു മാത്രമാണ്. ഇന്നമാ ബശറും മിഥിലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ബശറ് മാത്രമാണ്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശായി, പിശാച് സൂവും ഫഹ്ശാവും മാത്രമേ കൽപ്പിക്കൂ. അപ്പൊ ഇന്നമൽ ഹയാത്ത ദുനിയ ലഇബും വലഹു എന്ന് പറഞ്ഞാൽ അത് മാത്രമുള്ളത് ഏതാണ്? ഈ പിന്നെ കുഫർ മാത്രമുള്ള ഹയാത്ത ദുനിയ ഏതാണ്?
അത് അള്ളാഹുവിൻ്റേതല്ലാത്ത ആശയമാണ് അത്. അതാണ് ഹയാത്ത് ദുനിയ. നിങ്ങൾ എത്തേണ്ടത് എവിടേക്കാണ്? ഹയാത്തുൽ ആഖിറയിലേക്ക് എത്തണം. നിങ്ങൾ ആഖിറത്തിലേക്ക് എത്തണം. ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ വിശദീകരിക്കണം എന്താ സംഭവിക്കുക. അന്തമിനൽ ലാഇബിൻ. അപ്പൊ ലാഇബ് എന്നുള്ളത് കളി എന്ന് പറയുന്നത് നിഷേധമാണ്. ഖാല ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദി അല്ലദീ ഫതറഹുന്ന വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഖാല ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ്. നിങ്ങൾക്ക് ഉന്നതമായ, നിങ്ങൾക്ക് നിലനിൽക്കാൻ ഒരു ഭൂമികയും എത്തിപ്പിടിക്കാൻ ഉന്നതമായ ആശയങ്ങളും രൂപപ്പെടുത്തി തന്ന നിങ്ങളുടെ റബ്ബ് ആരാണോ, ആ റബ്ബിൽ നിന്ന് വന്ന സത്യമാണിത്. ഞാൻ നിങ്ങളെ നിഷേധിക്കുകയല്ല, ഞാൻ അതിന് ഷാഹിദുമാണ്. ഈ ആശയത്തിന്റെ ജീവിക്കുന്ന ഷാഹിദുമാണ് ഞാൻ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ മുഅ്മിൻ. അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വമൻ യുതിഇല്ലാഹ വറസൂലഹു. ആരാ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ഇത്താഅത്ത് ചെയ്യുന്നുവോ ഫഉലൈക ഹുമുസ് സിദ്ദീഖൂന വശുഹദാ. അവരാണ് സിദ്ദീഖീങ്ങളും ശുഹദാ. അപ്പൊ ഞാൻ അതിന്റെ ഷാഹിദാണ്. ഈ ആശയത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വതല്ലാഹി ലഅകീദന്ന അസ്നാമക്കും. നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന ദൈവികേതര ഈ വിഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ടോ, വിഗ്രഹങ്ങൾ എന്ന രൂപങ്ങളല്ല, അവർ സൃഷ്ടിച്ച അവരുടെ മനസ്സിൽ വിഗ്രഹങ്ങളായി കണ്ട ഈ ആശയങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ നിഷേധിക്കുക തന്നെ ചെയ്യും. അതാണ് അക്കീദന്ന. കൈത് എന്ന തന്ത്രം എന്ന് പറയുന്നത് നിഷേധമാണ്. വാക്കീത് കൈത, വാക്കീത് കൈത. കൈത് എന്നുള്ളത്, തന്ത്രം എന്ന് പറയുന്നത്, ചതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചതിയല്ല. അത് ഖുർആനിന്റെ ഭാഷയിലേക്ക് വരുമ്പോൾ അത് നിഷേധമാണ്. അത് ഖുർആനിൽ നിന്ന് കിട്ടും, എന്റെ വകയല്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് കൈദിന്റെ വിപരീതം ഈമാൻ വ്യക്തമായി പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോ വതല്ലാഹി അല്ലാഹുവാണ്, അല്ലാഹുവാണ് ലഅകീദന്ന, ഞാൻ നിഷേധിക്കുക തന്നെ ചെയ്യും. അസ്നാമക്കും, നിങ്ങൾ പടുത്തുയർത്തിയ ഏതേത് വിഗ്രഹങ്ങളും ആശയങ്ങളുമുണ്ടോ അതൊക്കെ ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. നിങ്ങൾ ഈ ആശയത്തെ നിഷേധിച്ചു പോവുകയാണെങ്കിൽ, അതാണ് തുവല്ലു മുദ്ബിരീൻ എന്ന് പറഞ്ഞാൽ ഇവര് ഇതിന് ഇബാദത്ത് എടുക്കുന്ന അവിടുന്ന് പോവുക എന്നല്ല. വല്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്തിരിയുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാണ്. മുതുബിർ പിന്നെ ഒന്നും കൂടി അതിനെ ശക്തിപ്പെടുത്താണ്. അതുബറ എന്ന് പറഞ്ഞാലും പിന്തിരിഞ്ഞു പോകുക എന്നുള്ളതും നിഷേധമാണ്. രണ്ട് പര്യായ പദങ്ങൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിനെ നിഷേധിച്ചു പോയതിനു ശേഷം നിങ്ങൾ ഇതിനെ നിഷേധിച്ച് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആശയത്തെ അള്ളാഹുവാണ് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ഞാൻ അതിനെ നിഷേധിക്കുക തന്നെ ചെയ്യും. ഈ തത്വമാണ്. ഇതും കൂടി പറഞ്ഞിട്ട് പിന്നെ മുംതഹിനയിലേക്ക് പോകാം. ഫജഅലഹും ജുദാദൻ. അതിനെ ഇല്ലാ കബീറല്ലഹും, എല്ലാ ആശയങ്ങളെയും അദ്ദേഹം നിഷേധിച്ചു കളഞ്ഞു, നിഷേധമാക്കി കളഞ്ഞു. ഇല്ലാ കബീറല്ലഹും, അവരിലെ കബീർ, അവർക്കുള്ള കബീറിനെ ഒഴികെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒഴികെ. കബീർ അള്ളാഹുവാണ്. ഇന്നഹു ഹുവൽ അലിയുൽ കബീർ. ആ സമൂഹം വിശ്വസിക്കുന്ന ആ സമൂഹത്തിൽ ഒരുപാട് ഇലാഹുകളുണ്ട്. അതിൽ ഒരു ഇലാഹ് അള്ളാഹുവാണ്, കബീർ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മാത്രം അവിടെ നിർത്തി ബാക്കി അവരുടെ മുന്നോട്ട് വെച്ച ഏതേത് ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളെ മുഴുവൻ അദ്ദേഹം നിഷേധിച്ചു തള്ളി, തച്ചുടച്ചു. അതാണ് ഒക്കെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞു. അത് മുംതഹിനയിൽ ഇത് ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. സൂറത്ത് മുംതഹിനയിൽ ഇതെന്നെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. കബീറിനെ മാത്രം അവിടെ നിലനിർത്തി. ഇവരെന്താ വിചാരിച്ചെന്ന്, വലിയൊരു പടച്ചവനെ മാത്രം അവിടെ നിർത്തിയത്, വലിയ ഒരു വിഗ്രഹത്തിന്. ഈ വലിയ ആള് അള്ളാഹുവാണേ. ഖുർആനിൽ കബീർ എന്ന് പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ പിന്നെ ആരനെ പറഞ്ഞേക്കണത്? നിങ്ങളൊന്ന് പറയും. ഖുർആനിന് നമ്മൾ ഖുർആൻ കൊണ്ടാ വിശദീകരിക്കണം. ഖുർആനിൽ കബീർ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അവരിലുള്ള അള്ളാഹുവിനെ മാത്രം അവിടെ നിലനിർത്തി അവർക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലഹും യർജിഊൻ, അവര് ഒരു വേള ആ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നെങ്കിലോ. അതാണ് ലഅല്ലഹും യർജിഊൻ. റജാ എന്ന് പറഞ്ഞ ഈമാനാണ്.
റുജൂ മടക്കം എന്ന് പറയുന്നത് ആത്യന്തികമായി എത്തുന്നത് ആ ആശയത്തെ സ്വീകരിക്കുന്നതിലേക്കാണ്. അത് ഖുർആൻ പറഞ്ഞല്ലോ, വകദാലിക നുഫസ്സിലുൽ ആയാത്തി, ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു. എന്തിനു വേണ്ടിയിട്ടില്ല? അല്ലഹും യർജിഊൻ, നിങ്ങൾ ആ ആശയത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി. അതാണ് റുജൂ. മടക്കം എന്ന് പറയുന്നതൊക്കെ സന്ദേശത്തിലേക്കാണ് മടക്കം, അള്ളാഹുവിന്റെ ആയാത്തുകളിലേക്കാണ് മടക്കം, അള്ളാഹുവിലേക്കാണ് മടക്കം. അതാണ് വകദാലിക നുഫസ്സിലുൽ ആയാത്തി, അപ്രകാരം ഞാൻ എന്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് വ്യക്തമാക്കി തരുന്നു. നിങ്ങളിലും നിങ്ങളുടെ മുമ്പും നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടില്ല? അല്ലഹും യർജിഊൻ, ആ ആശയങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതേ അല്ലാതെ ഇവര് പൂരത്തിന് പോയിട്ട്, ഉത്സവത്തിന് പോയിട്ട് ഈ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. ഇവരിപ്പോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവര് പൂരത്തിനൊക്കെ പോയി ഉത്സവമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൂടി ഈ വലിയ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബൽദിനെ മാത്രം അവിടെ നിർത്തി. അങ്ങനെയല്ല. നമ്മുടെ ഒരു വസ്തുവിലേക്കുള്ള മടക്കം ഖുർആനിൽ എവിടെയും റുജൂ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിക്കോളി. ഞാൻ സ്കൂളിൽ പോയി എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരിക, പള്ളിയിൽ നിന്ന് പോയി പള്ളിയിലേക്ക് തിരിച്ചു വരിക, ഇവിടുന്ന് ക്ലാസ് നിർത്തി ഇനി ഇവിടേക്ക് തിരിച്ചു വരിക, ഇങ്ങനത്തെ തിരിച്ചു വരുന്ന ഖുർആനിൽ എവിടെയും റുജൂ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിലേക്ക്, അവന്റെ ആശയത്തിലേക്കുള്ള തിരിച്ചു വരവല്ലാതെ ഖുർആനിൽ റുജൂ ഇല്ല. നിങ്ങൾ ഒഴിഞ്ഞു പോയി ഖുർആനിൽ വന്ന റജാവൊക്കെ എന്നാണ് ഇരുന്ന് പരിശോധിച്ച് നോക്കിലോട്ടു. അപ്പൊ നമുക്ക് പിന്നെ അപ്പൊ നോക്കാം. വഇലല്ലാഹി വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടും. അതാണ് വഇലൈഹി, അള്ളാഹുവിലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവിക ആശയത്തിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അതിനെ നിങ്ങളിലേക്ക് ഉൾക്കൊള്ളും. കാരണം അത് നിങ്ങൾക്ക് എവിടേക്കും പോകാൻ കഴിയില്ലേ, അത് വേറെ കാര്യം. അള്ളാഹുവിൽ നിങ്ങൾക്ക് വിട്ട് പോകാൻ കഴിയണ്ടേ? ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റൂല. എവിടേക്കാ നിങ്ങൾ പോവുക? ഇതേ ആശയം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതിന് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം. ഇവിടെ അതന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനതകളോട് പറഞ്ഞു. നേരത്തെ അംബിയായിൽ പറഞ്ഞ അതേ തന്നെ അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ഇന്നി ബുറാഉം മിൻകും, ഞാൻ നിങ്ങളെ നിഷേധിക്കുകയാണ്. ഇന്ന, ഞങ്ങൾ, ഇന്നല്ല ഇന്ന, ഞങ്ങൾ ബരീആണ്. ബരീ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിനും വരും. നിഷേധിക്കാനും പറയും, സ്വീകരിക്കാനും വരും. അത് രണ്ടിനും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ ഉപയോഗിച്ചത് എവിടെയെന്ന് പറഞ്ഞാല് വഖാലല്ലദീന ഇത്തബഉ ലൗ അന്ന ലനാ കറസൻ, ആ ദൈവികേതര ആശയങ്ങളെ പിൻപറ്റിയ, അതിനെ ഉൾക്കൊണ്ട ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്കൊരു മടക്കം തിരിച്ചുവരവുണ്ടായിരുന്നുവെങ്കിൽ മിൻഹും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കും. അവിടെ നിഷേധിക്കലാണ്. മറ്റൊരു സ്ഥലത്ത് അവൈനാഹും കമാ അവൈന, ഞങ്ങൾ അവരെ നിഷേധിച്ചു, അവർ ഞങ്ങളെ നിഷേധിച്ചതുപോലെ. എന്നിട്ട് തബറഇന ഇലൈക, പടച്ചവനെ ഞങ്ങൾ നിന്നിലേക്ക്, മുഅ്മിനാണ്. അവിടെ തബറ ഇലൈക എന്നാണ്, നിന്നിലേക്ക്. മറ്റോടത്ത് തബറ മിൻ എന്നാണ്. ഒരു ക്രിയക്ക് ശേഷം ഇല വന്നപ്പോ നിന്നിലേക്ക്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, താപ ഇല, അള്ളാഹുവിലേക്ക് താപ അലയുണ്ട്, താപ ഇലയുണ്ട്. അത് ഭാഷയിൽ, എല്ലാ ഭാഷയിലുണ്ട്. ഒരു ക്രിയ ശേഷം തന്നെ അതിനുശേഷം പറയുന്ന ഒരു അക്ഷരത്തിനനുസരിച്ച് നേരെ വിപരീത അർത്ഥങ്ങൾ കിട്ടും. ഇവിടെ അള്ളാഹുവിലേക്ക് പറഞ്ഞപ്പോ തബറഇന ഇലൈക, അവിടെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്നാണ്, നിന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു, ഈമാൻ കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ അവരെ നെതബറവും മിൻഹും എന്ന് പറഞ്ഞ തബറയ്ക്ക് ശേഷം മിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട, നിഷേധിച്ച് തള്ളുകയാണ്. തബറയ്ക്ക് ശേഷം ഇലയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിലേക്ക് പോവുകയാണ് നമ്മൾ. മറ്റത് അതിന് രക്ഷപ്പെട്ട് പോരുകയാണ്, നിഷേധിക്കലാണ്. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ഇലയിക്കാം മിന്ന്, ഇതാണ് വ്യത്യാസം, ചെറുതുള്ളൂ. അപ്പൊ ഇതൊക്കെ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചിട്ട് നോക്കി മനസ്സിലാക്കിയ ഒരു പ്രശ്നമല്ല. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ട്. ഇവിടെ ബുറാഉം മിൻകും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കാം. ഇബ്രാഹിം പറയാം, ഞങ്ങളും ശരിയാവില്ല.
കാരണം അള്ളാഹുവിനെ അല്ലാത്ത ഈ ആശയങ്ങളെ സ്വീകരിക്കണമെന്ന് നമുക്ക് ശരിയാവും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ബരി ആണ്. ബരി എന്ന് തന്നെ നിരപരാധി എന്നാണ് ഇപ്പൊ പറയുന്നത്. ബരി എന്ന് തന്നെ നിരപരാധിയല്ല, മൂമിനും കാഫറും. അത് മൂമിനാണോ കാഫറാണോ എന്നുള്ളതിന് പിന്നത്തെ മിന്നാണോ ഇലയാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ മിന്നായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളൊക്കെ തൊട്ട് കാഫിരികളാണ്. നിങ്ങളെ മൂമിനാക്കാൻ പറ്റൂല. ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുന്നവരാണ്. ഒമിമ്മാ തഅബുദൂന മിൻ ദൂനില്ല. അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ എന്തൊക്കെ ഈമാൻ കൊള്ളുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടൊഴിവ്. അതിനൊക്കെ ഞങ്ങൾ നിഷേധിക്കുന്ന അതിന്റെ കാഫറാണ്. നമ്മൾ കാഫറും ആകണം, മൂമിനും ആകണേ. ചിലവരോടത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വലാ തമൂത്തുന്ന ഇല്ലാവാങ്കം മുസ്ലിം എന്നുണ്ട്. ഇത് പറഞ്ഞ മനസ്സിലാകണമെന്നല്ല. ഇതിലെഴുതിക്കണം നിങ്ങൾ മരിക്കരുത് മുസ്ലിങ്ങളായിട്ടല്ലാതെ. ഞമ്മക്കും മൗത്തും വേണം, ഈ മുസ്ലിമും ആകണം. കാരണം നമ്മളിലെ ശൈത്താനോട് നമ്മൾ മൗത്താകുക വേണ്ടത്, നിഷേധിക്കുക വേണ്ടത്. നമ്മളിലെ അള്ളാഹുവിനെ നമ്മൾ മുസ്ലിമാകുക വേണ്ടത്. ഇത് രണ്ടും ഒരു മനുഷ്യൻ ചെയ്യണം. അതാണ് ഒമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാ. ഒരു യുമിൻ ബില്ല കൊണ്ട് മതിയാവൂല. ഒമൻ യക്ഫുർ ബിത്താഗൂത്തി, താഗൂത്തിനെ അക്രമത്തിന്റെയും അനീതിയുടെയും അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ആശയങ്ങളെ, പൈശാചികതയെന്ന് ചുരുക്കി പറയാം. ആ പൈശാചികതയെ മുഴുവൻ നിഷേധിച്ച് തള്ളന്നെ വേണം നമ്മുടെ മനസ്സിൽ. പക്ഷേ അത് ദൈവത്തിൽ നിന്നാണ് ഇത് തിരിച്ചറിയുകയും വേണം. ഇതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞത് മനസ്സിലാകണം നിങ്ങൾക്ക്. ഇത് രണ്ടും ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ഇത് രണ്ടും ദൈവത്തിൽ നിന്നാണ്. അത് പോയിന്റ് നിങ്ങൾക്ക് അത് മനസ്സിലായി. അതായത് ഈ പ്രകൃതിയിലെ വസ്തുക്കളിലേക്ക് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്, ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ട് പ്രകൃതിയിൽ. പക്ഷെ ഇത് രണ്ടും ദൈവത്തിൻ്റെതാണ്. നമ്മൾ ആവശ്യമുള്ളത് എടുക്കുക. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തു മറ്റൊരാൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. മറ്റൊരു ജീവജാലത്തിനോ മറ്റൊരു പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വസ്തുവിനോ അത് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ മുന്നിൽ പോയി നിൽക്കണ്ടെന്ന് മാത്രം. ഇതാണ്. എന്ന പോലെ തന്നെ നമ്മളിൽ പൈശാചികതയുമുണ്ട്, ദൈവികതയുമുണ്ട്. രണ്ട് ആശയവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ കുഫറിനെ എന്ത് ചെയ്യും? താഗൂത്തിന് എന്ത് ചെയ്യണം? നമ്മൾ കുഫർ ചെയ്യണം, നിഷേധിക്കണം. അള്ളാഹുവിന് എന്ത് ചെയ്യണം? ഈമാൻ കൊള്ളുമാണ്, എടുക്കുമാണ്. ദൈവികത അള്ളാഹുവിന്റെ ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുമാണ്. ഇത് രണ്ടും നമ്മളിലുണ്ട്. അതാണ് നിങ്ങളിലെ ആയാത്തുൽ കാഫിറയെ നിഷേധിക്കുകയും ആയാത്തുൽ മുസ്ലിമയെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഇബ്രാഹിം യാക്കോബും തന്റെ ബനികളെ ഉപദേശിച്ചത്. അല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നല്ല. ആരവിടെ നമ്മൾ മരിക്കണത്? നമ്മൾ അള്ളാഹു മരിപ്പിക്കല്ലേ ചെയ്യണത്? ഞാൻ ചോദിച്ചു, ആരവിടെ മരിക്കണത്? നിങ്ങൾ വലാ തുക്കത്തിബിന ബി ആയാത്തിൽ കാഫിറ എന്നാണ് അർത്ഥം. നിഷേധത്തിന്റെ ആശയങ്ങളെ നിങ്ങൾ നിഷേധിക്കരുത്. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാവ അന്തും മുസ്ലിമൂൻ, നിങ്ങൾ ആയാത്തുൽ മുസ്ലിമ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടല്ലാതെ. ഇത് രണ്ടും കൂടി അല്ലാതെ പറ്റൂല. ഇത് രണ്ടും കൂടി അല്ലാതെ പറ്റൂല. അത് ആരോ അംസാക്കനല്ലേ ചോദിച്ച്? മറ്റേ ചെയ്ത സഭയില് ഇമ്രാത്ത് ചെയ്ത പണി എന്താണെന്ന് അവൾക്ക് എന്താ കുറ്റം? ഷംസും കമറിന്, ഷംസിനെയാണ് അവൾ ഷംസ് അല്ലാഹുവിന്റെ ആയത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഷംസിനെ ആരാധിക്കുന്നത് എന്താ പത്ര കുഴപ്പമെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അള്ളാഹുവിനെ വിട്ടുക്കണു, അതാ കുഴപ്പം. തലന്നല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അത് അള്ളന്നെ വിശദീകരിക്കുന്നുണ്ട് തൊട്ടടുത്ത വചനത്തില്. സൂറത്ത് നംല് വായിച്ചു നോക്കിയാൽ മതി. ഷംസ് ദൈവത്തിന്റെ വചനമാണ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ആശയമാണ്, ദൃഷ്ടാന്തമാണ് ഷംസ്. ആ ഷംസിനെയാണല്ലോ ആ ഇമ്രാത്ത് സഭ ഉൾക്കൊണ്ടത്. പിന്നെന്താ തെറ്റ്? അവിടുത്തെ തെറ്റ് എന്താന്ന് പറഞ്ഞാൽ മിന്ദൂനില്ലാഹിയാണ്. അള്ളാഹുവിനെ വിട്ടു. അള്ളാഹുവിനെ വിട്ടിട്ട് പിന്നെ വേറെ ഏത് ആശയം സ്വീകരിച്ചിട്ടും കാര്യമല്ല. കാരണം പരമമായ സത്യത്തെ സ്വീകരിക്കാതെ നിങ്ങൾ ഏത് ആശയത്തെ സ്വീകരിച്ചിട്ടും യാതൊരു കാര്യമില്ല. അത് ഈ ഖുർആൻ തന്നെ എടുത്തിട്ടും കാര്യമില്ല.
തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ പൂർവ്വ വേദക്കാര് സ്വീകരിച്ചു. പക്ഷെ അവര് വേറെ അള്ളാഹുവിന് പുറമെയുള്ള ആശയങ്ങളും സ്വീകരിച്ചു. അതാണ് അള്ളാഹിനെ വിട്ടു. അവര് ഖുർആൻ എടുത്തു, വേറെ എടുത്തു, വേറെ കുഴപ്പമില്ല. എന്തുകൊണ്ട്? അവര് അല്ലാ യസ്ജുദു ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, അല്ലാ യസ്ജുദു ലില്ലാഹില്ലദീ യഖ്റുജുൽ ഖബ്റ ഫിസ് സമാവാതി വൽ അർള്. ഇതാണ് ചോദ്യം. എന്തുകൊണ്ട് അവർക്ക് അത് ചെയ്തുകൂടായിരുന്നോന്നാ? വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് പ്രശ്നം. അതാണ് അള്ളാഹുവിനെ വിട്ടതാണ് പ്രശ്നം. എവിടെ മിന്തൂനില്ല കഫർനാബിക്കും. വീണ്ടും വരാം, ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. കഫർനാബിക്കും ബൈനക്കുമുള്ള അദാവത്ത് വൽ ബഗ്ളാഉ. നിങ്ങൾക്കിടയിലും നമുക്കിടയിലും ഈ വിദ്വേഷവും പകയും എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നതല്ല. ആശയപരമായ നിഷേധം വളരെ വ്യക്തമാണ് അവിടെ. അതാണ് അദാവത്ത്. അദുവ് എന്ന് പറഞ്ഞാൽ കാഫിറാണ്. അദുവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അദുവ് ആരാണ്? നമ്മളിലെ കാഫിറായ ആശയമാണ്. അതാണ് അദാവത്ത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ഒരു ശത്രുത ഉണ്ടല്ലോ, അവനെ കൊല്ലാനുള്ള ശത്രുത. ആ ശത്രുതയല്ല. ആ ശത്രുത ഖുർആൻ പറയുന്നേ ഇല്ല. അപ്പൊ ഖുർആനിലെ അദാവത്ത് എന്ന് കേൾക്കുമ്പോഴത്തേന്, അദുവ് എന്ന് കേൾക്കുമ്പോഴത്തേന് അവനെ നശിപ്പിക്കാനോ അവനെ എതിർക്കാനോ അവനെ കൊല്ലാനോ അവനെ ശാരീരികമായി ഇല്ലാതാക്കാനോ ഉള്ള നമ്മുടെ സങ്കല്പത്തിലുള്ള ശത്രുതയല്ല, മറിച്ച് ഈ ആശയത്തെ ആ ആശയമാണ് നമ്മുടെ ശത്രുത. നമുക്കിടയിൽ ഈ ശത്രുത വളരെ പ്രകടമാണ്. നിങ്ങളുടെ ആശയത്തെ ഒരിക്കലും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഇല്ല ഖൗല ഇബ്രാഹിം അലി അബീഹി സഅസ്തഗ്ഫിറന്ന ലക. ഇബ്രാഹിം തന്റെ മാതൃകയായി കണ്ടിരുന്ന ആശയത്തോട് പറഞ്ഞതൊഴികെ ഞാൻ നിങ്ങളെ ഉൾക്കൊണ്ടുകൊള്ളാം. ഇസ്തിഗ്ഫാർ ഈമാനാണ്. ഈ ആശയത്തെ ഞാൻ സംരക്ഷിച്ച് എന്നിൽ നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതൊഴികെ വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഇതാണ് ഈ ആശയം. ഇവിടെയും ഇതും അതിന്റെ അതേ തന്നെ. കഫർനാബിക്കും ഇന്നാ ബുറാഉം മിൻകും കഫർനാബിക്കും. ഇതേ നിഷേധിച്ച് തള്ളലാണ് സൂറത്ത് അംബിയായിൽ പറഞ്ഞത്. ആ കബീറിനെ മാത്രം അവിടെ നിർത്തി എന്ന് പറഞ്ഞത് അവിടെ അള്ളാഹുവിനെ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്, അല്ലാതെ അവിടുത്തെ വലിയ ഒരു വിഗ്രഹങ്ങളെയല്ല. വിഗ്രഹങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, വിഗ്രഹങ്ങളെ തച്ചുടക്കൽ എന്നെ ഒരു പരിഹാരമല്ല. അവന് അതിനേക്കാളും നല്ലൊരു വിഗ്രഹം ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെക്കും. വേറെന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ ഒരു വിഗ്രഹം തച്ചുടച്ചാൽ അവൻ പൈസ മുടക്കി അതിനേക്കാളും നല്ലൊരു വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് വെക്കും. നേരെ മറിച്ച് മനസ്സിലെ വിഗ്രഹങ്ങളാണ് തച്ചുടക്കേണ്ടത്. ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കാനുള്ള ഇവന്റെ മനസ്സിലെ ആശയങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത്. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. അവരിലെ അള്ളാഹുവിനെ മാത്രം നിർത്തിക്കൊടുത്തു. അതാണ് വസ്അലൂഹും കബീറുഹും ഹാദാ അല്ല ഇൻകാനോ യൻതിഖൂൻ ബൽ ഫഅലഹും കബീറുഹും ഹാദാ വസ്അലൂഹും ഇൻകാനോ യൻതിഖൂൻ. അങ്ങോട്ടും ചെറുതുമാണ്, അപ്പൊ അർത്ഥം ശരിയാവില്ല. ബൽ ഫഅലഹും കബീറുഹും ഹാദാ. ഇതൊക്കെ ഈ തച്ചുടക്കുന്ന പണിയൊക്കെ ആരാ ചെയ്യുന്നത്? അള്ളയാണ് ചെയ്യുന്നത്. ഈ ഈമാൻ നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഫസ്അലൂഹും ഇൻകാനു യൻതിഖൂൻ. ഈ ആശയങ്ങളെ അവർ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അവർ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് അന്വേഷിച്ചറിയട്ടെ എന്നാണ് പറയുന്നത്. ഇൻകാനു യൻതിഖൂൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്ന് പറഞ്ഞാല് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കുകയല്ല, ഈ ആളുകൾ സംസാരിക്കും. ഈ ആശയങ്ങൾ ഈമാൻ കൊള്ളുന്നവരാണെങ്കിൽ എന്നാണ്. നുത്ഖ് ഈമാനാണ്, സംസാരം എന്നുള്ളത്. അത് ഞാൻ മുമ്പ് വിശദീകരിക്കുന്നില്ല. കലാമ്, ഈസയുടെ കലാമുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. കല്ലമ, ഈസ സംസാരിച്ചു, അള്ള സംസാരിച്ചു. അള്ള സംസാരിക്കൂല, അള്ളാഹു സംസ്കരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം മാർഗദർശനം നൽകുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ള ഇറങ്ങി വർത്താനം പറയില്ലാണോ?
ഈസ പിന്നെ മഹദിലാവുമ്പോൾ, കുട്ടിയാവുമ്പോൾ ആളുകളോട് സംസാരിച്ചു എന്നല്ല. ഖുർആനിൽ പറഞ്ഞ കല്ലമ എന്ന് പറയുന്നതൊക്കെ മാർഗദർശനം നൽകുക എന്നുള്ളതാണ്. നമ്മളോട് പറയുന്നത് സാധാരണ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ പുസ്തകം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വഴികാട്ടിയാവുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോഴേ അറിവിന്റെ തൊട്ടിലിൽ, സംസ്കാരത്തിന്റെ തൊട്ടിലിൽ നമ്മുടെ യുവാക്കളെ നാം വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞു. അതേതാ തൊട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി അത് നമ്മളെ തൊട്ടിലല്ല. അറിവിന്റെയും സംസ്കാരത്തിന്റെയും മഹദിൽ എന്നാണ് അറബിയിലെ ഒരു 8ാം ക്ലാസ്സിലെ ഒരു പദ്യത്തിലെ വരിയുടെ അവസാനത്തെ ഒരു പദ്യമാണ് പാഠപുസ്തകത്തില്. അതിലൊരു വരിയാണ് മഹദ് എന്ന് തന്നെ വാക്ക്. അറിവിന്റെയും സംസ്കാരത്തിന്റെയും തൊട്ടിലിൽ ഈ യുവാക്കളെ നാം വളർത്തിയെടുക്കണം, കുട്ടികളെ നാം വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഏതാ തൊട്ടിലിട്ടിട്ട് ആട്ടലാണോന്ന് വെച്ചു. അതല്ല, അത് നമ്മൾ അറിവിന്റെ ആദ്യമാണ്. അപ്പൊ അത് കുട്ടികൾക്ക് വരെ ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കി, അവർക്ക് ഈ തൊട്ടില് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു 60-70% കുട്ടികൾക്ക് മനസ്സിലായി ആ തൊട്ടില് മാഷെ ഈ തൊട്ടിലല്ല, നമ്മളെ കിടത്തി കൊടുക്കുന്ന തൊട്ടിലല്ല. എന്നാ ഈസ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവില്ല. ദീനിന്റെ തൊട്ടിലിൽ എന്ന് പറഞ്ഞാൽ ആ അത്ര മഹദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ റൂട്ടിലേക്ക് പോയി പറഞ്ഞങ്ങൾക്ക് ഒന്നും കൂടി വെക്കും. അത് ഹിദായത്ത് എന്നാണ്. ഹദ എന്നുള്ളതിൽ നിന്നാണ് മഹദ് എന്ന് പറഞ്ഞത്. മഹദി എന്ന് വലിയ വരല്ലോ. ഒരു മഹദി ഇമാമ് വരുന്നു, ഹിദായത്ത് കിട്ടിയ ആളാണ് അത് എന്നാണ്. മഹദി ഇമാം വരുന്ന പറഞ്ഞാൽ ഹിദായത്ത് കിട്ടിയ ആൾ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അപ്പൊ ഈ മഹദ് എന്ന് പറഞ്ഞാൽ ഹദ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ മഹദ് ഉണ്ടായത് എന്നാണ് അതിന്റെ റൂട്ട് വിശദീകരിക്കുന്ന ഖുർആനി പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടേക്ക് വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഈ മഹദ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ദീനാന്നാണ് പറയും, സന്മാർഗത്തിലാണെന്ന് പറയും. പിന്നെ അത് എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് പിന്നെ പറയും. അപ്പോ ഈസ ദീനിലാവുമ്പോഴാണ്, ഈ സന്മാർഗത്തിലാവുമ്പോഴാണ് ലോകത്തിന് മാർഗദർശനം കൊടുത്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ റൂട്ട് വിശദീകരിക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എവിടുന്ന് വന്നു ഈ മഹദ് എന്നുള്ളത്? ഹദ എന്നുള്ള വാക്കിൽ നിന്നാണ് മഹദ് വന്നത്. ഏതൊരു മനുഷ്യൻ ഹിദായത്തിലൂടെ മാർഗദർശനം നൽകുന്ന ഏതൊരു സംഗതിയുണ്ടോ അതാണ് അവന്റെ മഹദ് എന്നുള്ളത്. അതാണ് അവന്റെ മഹദ്. നാം സുജൂദ് ചെയ്യുന്നത് ഏതുണ്ടോ, ഏതൊരാശയമുണ്ടോ അതാണ് നമ്മുടെ മസ്ജിദ്. നാം സക്കന് ചെയ്യുന്ന, നാം താമസിക്കുന്ന ഏതൊരിടമുണ്ടോ അതാണ് നമ്മുടെ മസ്കന്. നാം ആശയരംഗത്ത് ഇറങ്ങി താമസിക്കുന്ന ഏതൊരു ഇടമുണ്ടോ അതാണ് നമ്മുടെ മൻസില്. എന്ന പോലെ നാം ഹിദായത്ത് കണ്ടെത്തുന്ന ഏതൊരാശയമുണ്ടോ അതാണ് നമ്മുടെ മഹദ്. അതാണ് നമ്മുടെ മഹദ്. അങ്ങനെ ഭാഷ വിശദീകരിച്ച് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പല ഖുർആനി പണ്ഡിതന്മാരും ലോകത്തുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. ഇത് ഖുർആൻ ഒരു പുതിയ വായന ലോകത്ത് നടക്കണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ പഠിക്കാം. വേറെ ഒന്നിലേക്കും പോണ്ട, വേറെ ഒന്നിലേക്കും. ഞാൻ പിന്നെ എന്തുകൊണ്ട് ഇത് അതൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ പറഞ്ഞാൽ വജാലക്കുമുൽ അർള മഹദൻ വജാല ഫിഹാ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കിട്ടാനാണെന്ന് പറഞ്ഞാൽ ഈ മഹദ് ദീനാണെന്ന് പറഞ്ഞ് ഒപ്പിച്ച് അവിടെ നിർത്തുകയാണ്. ഇനി അതിന്റെ റൂട്ടിലേക്ക് പോയി നിങ്ങളെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സത്യം പറയാനും. സത്യം അതാണ്. നിങ്ങൾ ഇനി ഇതിന്റെ റൂട്ടൊക്കെ വിശദീകരിച്ച് അതിന്റെ റൂട്ടിലേക്ക് പോയി അങ്ങനെ വിശദീകരിച്ച് അടക്കണം. വജഅലലക്കുമുൽ അർള മഹദൻ, അള്ളാഹു നിങ്ങൾക്ക് ഈ അർളിനെ ഒരു മഹദാക്കിക്കണം. വജഅല ഫിഹാ സുബുലൻ, അതിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടില്ല? എല്ലാവർക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാന്. അപ്പൊ ഈ മഹദ് ദീനാണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലായി നമുക്ക് ഹിദായത്ത് കിട്ടണ മഹദ് ദീനാണ്. ഇനി അതിന്റെ റൂട്ടിലേക്ക് പോയി ഇടങ്ങാറാക്കണ്ട. അല്ലെങ്കിൽ തന്നെ പല ആളുകൾക്ക് ഇത് കുറച്ച് ടഫ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാ ടഫാക്കണ്ട, ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇൻകാനു യന്തിക്കൂൻ എന്ന് പറഞ്ഞാൽ അവര് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻകാനു യുമിനൂൻ എന്നാണ് അർത്ഥം. അവർ ഈ മാർഗദർശനം സ്വീകരിക്കുന്നുവെങ്കിൽ, അല്ലാതെ സംസാരിക്കാൻ നാവുകൊണ്ടുള്ള സംസാരമല്ല. നാവുകൊണ്ടുള്ള സംസാരം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല.
അമാ യന്തിക്കു അനിൽ ഹവ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹവയല്ല വർത്താനം പറയുന്നത്, പറഞ്ഞാൽ ഹവയല്ല ഉൾക്കൊള്ളുന്നതെന്ന്. ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന വഹിയാണ്, ഈമാനാണ് എന്നാണ് അർത്ഥം. വഹി ഈമാൻ ഇൻഹുവ ഇല്ല വഹി യൂഹ. ഇനി മറ്റൊരു വിഷയം പറയും. ഇനി ചോദിച്ചത് ഏതാണ്? പിന്നെ പഠിത്ത് ചോദിച്ചത് പിന്നെ യൂനുസിനെ മത്സ്യം തിന്നത്. ഒന്നും തിന്നിട്ടില്ല വെറുതെ. അത് സൂറത്ത് സാഫാത്തിലാ പറയും. ഹൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹൂത്ത് എന്ന് പറയുന്നത് ഹൂത്ത് ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അത് ഖുർആനാണ്. വഇന്ന യൂനുസ മിനൽ മുർസലീൻ. സൂറത്തു കലമിൽ പറഞ്ഞു വലാ തകൂനു കസാഹിബിൽ ഹൂത്തി ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്തി. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിന്റെ ഹുക്കുമിനെ, അള്ളാഹു മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളടങ്ങിയ ആശയങ്ങളെ ഉൾക്കൊള്ളുക. അതിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാല് അത് ഉൾക്കൊള്ളുക എന്നാണ്. അതിൽ ക്ഷമിച്ച് നിൽക്കുക, അതിന് പോണ്ടാന്നർത്ഥം. അതാണ് ക്ഷമ. അതാണ് ക്ഷമ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന ക്ഷമയല്ല. സത്യത്തെ ഉൾക്കൊള്ളുക എന്നാണ് ആ പറഞ്ഞതിന്റെ ഫസ്ബിറലി ഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്തി. സാഹിബുൽ ഹൂത്ത് പോലെ നീ ആകരുത്. സാഹിബുൽ ഹൂത്തിന്റെ പണി എന്താന്ന് പറഞ്ഞാല് ആള് ഖുർആന്റെ ആൾ തന്നെയായിരുന്നു, പക്ഷെ ശിർക്ക് ചെയ്തു. അതുപോലെ നീ ആകരുത്. അതാണ് സാഹിബുൽ ഹൂത്തിനെ പോലെ നീ ആകരുത് എന്ന് പറയുന്നത്. ഫൈന്നഹു അശ്റക, കാരണം അശൈത്താനു ലൈബ ബിറഅസിഹി എന്നാണ് അതിനെ എഴുതിയത്. ശൈത്താൻ മൂപ്പരുടെ ആശയിട്ടിട്ട് ഒന്ന് കളിച്ചു, അവരെ അള്ളാഹുവിൽ പങ്കുചേർത്തു. എന്താ അതിന് കുഴപ്പമെന്നുള്ളൊരു തോന്നലുണ്ടായി. അതുപോലെ നീ ആകരുത് എന്നാണ്. സാഹിബുൽ ഹൂത്ത് യൂനിസ് ആകണമെന്നില്ല കേട്ടോ. സാഹിബുൽ ഹൂത്ത് എന്ന് കേൾക്കുമ്പോഴത്തേനൊക്കെ യൂനിസിലേക്ക് കൊണ്ടുപോകരുത്. അങ്ങനത്തെ ഉണ്ട്. ഹൂത്തിന്റെ ആളിപ്പോ ഞാനും നിങ്ങളൊക്കെ ആകാം. ഈ ഖുർആന്റെ ആള് സാഹിബുൽ ഹൂത്തിനെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ, സാഹിബുൽ ഹൂത്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ കൂടെ അള്ളാഹുവിന്റെ കൂടെ വേറെ ആശയങ്ങൾ കൊടുത്ത് ശിർക്ക് ചെയ്തു. നീ അള്ളാഹുവിന്റെ ഹുക്കുമിലും മാത്രം നിലനിൽക്കണം, റബ്ബിന്റെ ഹുക്കുമ്. അതാണ് ഫസ്ബിർ ലി ഹുക്മി റബ്ബിക. നീ നിന്റെ രക്ഷിതാവിന്റെ ഹുക്കുമിൽ മാത്രം നിൽക്കുക. ഇത് പോരല്ലോ എന്ന് അക്ഷമനായി വേറെയിലേക്ക് പോകരുത്. ഇതൊന്നും മതിയാനില്ല. ഞങ്ങൾക്കിപ്പോ ഒരു ചോറ് വെച്ചിട്ട് മറ്റേ ഭൂസട കോമ് പറയില്ലേ, ഞങ്ങൾക്കിപ്പോ ഇതുകൊണ്ട് ഈ പച്ചക്കറി കൊണ്ട് മാത്രം മതിയാണില്ല, ഈ മഞ്ഞും സലവി കൊണ്ട് മാത്രം മതിയാണില്ല, വേറെ കുറച്ച് കൊണ്ടാന്നില്ല. അതാണ് ചിലവർക്ക് ഈ ഖുർആൻ മാത്രം മതിയാവൂലേ. നമ്മുടെ സമൂഹം എവിടെ? ഞാൻ അങ്ങനെ പോരുമ്പോ പോസ്റ്റ് നോക്കുന്നു, ഈ കൗമിനോടാണോ ഈ ഖുർആൻ പറയുന്നത്? ഓരോരോ പരസ്യങ്ങള് എന്താണ് ഉറൂസ്, മറ്റേ ഉറൂസ്, ഈ ഉറൂസ്, ദിക്റ് ഹൽക്ക, ദിക്റ് ഉറൂസ്, എന്തൊക്കെയുണ്ട്, ജാറ പൂജ. ഈ കൗമിനോടാണല്ലോ പഠിത്തവനെ ഈ ഖുർആൻ പറയാൻ പോണ. ഞാനിങ്ങനെ അപ്പൊ ഇതാണ് അള്ളാഹു അവർക്ക് കൊടുത്ത ഈ ഖുർആൻ കൊണ്ട് മാത്രം മതിയാകണില്ല. എന്താ ഈ സത്യം? അതാണ് അള്ളാഹ് പറയുന്നത് ഫസ്ബിർ ലി ഹുക്മി റബ്ബിക. നീ സബർ കെട്ടിട്ട് അക്ഷമനായിക്കൊണ്ട്. നമുക്കതാണ് ഇന്നല്ലാഹ മഅ സാബിരീൻ എന്നൊക്കെ എനിക്കുണ്ടായ സംശയം കേട്ടോ. വസലാത്തി എന്ന് പറഞ്ഞ് ഇന്നല്ലാഹ മഅ സാബിരീൻ, സലാത്ത് ചെയ്യുന്ന ആളുടെ കൂടെയല്ല, സബറിന്റെ കൂടെ സാബിരീങ്ങളെ കൂടെയാണ് അല്ലാഹ് എന്ന് പറയുന്നത്. എന്താ ഉത്തരം? ക്ഷമക്കെന്താ അത്ര പ്രാധാന്യം? ക്ഷമ എന്ന് പറയുന്നത് ഇതാവുമ്പോഴാണ് പ്രാധാന്യം. ദൈവത്തിന്റെ ആശയത്തെ പോരാന്ന് പറഞ്ഞ് വേറെയിലേക്ക് പോണ്ട, അതിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതാണ് സബറ്. അത് പറയും അപ്പൊ പിന്നെ ശരിയാണ്, അത് കുറച്ച് പ്രയാസമാണ്. അത് സലാത്തിനേക്കാളും കുറച്ച് പ്രയാസമാണ്. ഇപ്പോഴാണ് മനസ്സിലായത് സബർ എന്താണ്. ഖുർആൻ പറയുന്ന സബർ ഈ ആശയം പോരാനിട്ട് സബറും ജമീൽ എന്ന് പറഞ്ഞാൽ ഈമാനും ജമീൽ എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ പറഞ്ഞല്ലോ സബറും ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് യാക്കൂബ് പറഞ്ഞു. ഫഉസരിഹുകുന്ന സറാഹൻ
ജമീല, അതും ഈമാനാണ്. സറാഹൻ ജമീൽ, ജമീലായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ആശയത്തിന്റെ ഉൾക്കൊള്ളലാണ്. സബറും ജമീലായാലും വേണ്ടില്ല, സറാഹൻ ജമീലായാലും വേണ്ടില്ല, ഇനി വേറെ ഏതെങ്കിലും ജമീൽ ഖുർആനിൽ പറയേണ്ടതൊക്കെ ഈ ആശയത്തെ പൂർണ്ണമായിട്ടും അതിലും മാത്രം ഉറച്ച് അതിനെ മാത്രം എടുക്കലാണ്. ഇത് വെറുതെ പറയാനോ ചോദിച്ചാൽ വെറുതെ പറയല്ല. ഈ ജമീല് വന്നതൊക്കെ പരിശോധിച്ചിട്ട് പറയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജമീലായിട്ട് എന്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈ ആശയമാണ് അള്ളാഹുവിന്റെ തത്വശാസ്ത്രത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ. അതാണ് വസ്ബിറിൽ ഹുക്മി റബ്ബിക വലാ തകുൻ, നീ ആയിത്തീരരുത് ക സാഹിബുൽ ഹൂത്തി, സാഹിബുൽ ഹൂത്തിനെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ മറ്റതിനെയും അള്ളാഹുവിൽ മറ്റൊരാശയത്തെയും പങ്കു ചേർത്തവനെ പോലെ നീ ആകരുത്. അതാണ് സാഹിബുൽ ഹൂത്തിനെ പോലെ ആകരുത് എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വസ്ബിറിൽ ഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅയുനിനാ, നീ അള്ളാഹുവിന്റെ ഹുക്മിൽ ഉറച്ചു നിൽക്കുക. കാരണം നീ എന്റെ നീ എന്റെ കണ്ണുകളിലാണ്, നീ എന്റെ കണ്ണുകളിലാണ്. കണ്ണെന്ന് പറയണ, കണ്ണുകൾ എന്ന് പറയുന്ന അള്ളാഹിന്റെ ആശയങ്ങളാണ്. മനസ്സിലായോ? അയിന് ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ ആശയം. അയിനുൽ യഖീൻ ഏതാന്ന് ചോദിച്ചാൽ യഖീനിന്റെ കണ്ണ്, അങ്ങനെ ഒരു കണ്ണുണ്ടോ? യഖീനിന്റെ കണ്ണ്, അയിനുൽ യഖീൻ. അയിനുൽ യഖീൻ എന്നാ അത് സത്യത്തിന്റെ ഉറപ്പിന്റെ ഉറച്ച കണ്ണ്, ഉറപ്പായ വളരെ ദൃഢമായ ശക്തമായ അറിവിന്റെ ഉറവിടമാണത്. അതാണ് അയിന്. അലഹും ആയിനുല്ല യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുണ്ട്. എന്താ കാണാത്തെന്ന് പറഞ്ഞാല് ഈ കണ്ണല്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല, ഈ കണ്ണല്ല. ഖുർആൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ അയിന്, അതൊക്കെ ഈ ദൈവിക സന്ദേശം. അതാണ് അയിന് യശ്റബു ബിഹ, നമ്മൾ കുടിക്കുന്ന കണ്ണ് അയിന്. പിന്നെ അയിനും ആനിയുണ്ട്, അത് കുഫ്റാനല്ല, അത് ഖുർആനല്ല. അയിനും നാനിയ, ആ ആനിന്ന് കുടിച്ചാൽ എന്താണെന്നാ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജുഅ, നമ്മളെ സമായിലേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ആശയപരമായ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുകയില്ല. വലാ മിൻ ജുഅ, വിശപ്പ് മാറുകയുമില്ല. ആത്മാവിന്റെ വിശപ്പ് പൈതാഹം, ആത്മാവിന്റെ പൈതാഹം തീർക്കാൻ പര്യാപ്തവുമല്ലാതെ. അതാണ് അയിനുൻ ഹമിയുണ്ട്. ഇത് പല അയിനുണ്ട്, അതിപ്പോ വേറെ വിഷയമാണ്. അപ്പൊ ഞാൻ പറയുന്നത് സാഹിബുൽ ഹൂത്തിനെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ ആള് ഖുർആനിന്റെ ആളെന്നെയായിരുന്നു, പക്ഷേ ശിർക്ക് ചെയ്തു. അതുപോലെ നിങ്ങൾ ആകരുത്. ഇനി ഇങ്ങോട്ട് വരാം. വൈന്ന യൂനുസ് മിനൽ മുർസലീൻ, യൂനുസ് മുർസലികളിൽപ്പെട്ട ആളായി. ഇത് അബക്ക ഇലൽ ഫുൽക്കിൽ മശൂൻ, ആശയങ്ങൾ നിറച്ചു വെക്കപ്പെട്ട കപ്പലിലേക്ക് അദ്ദേഹം കയറി. കപ്പലിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടു എന്നർത്ഥം. ഫുൽക്ക് പിന്നെ നമ്മൾ പറഞ്ഞേക്കണല്ലോ, കപ്പൽ എന്ന് പറയുന്ന ഖുർആനാണ്. നൂഹിനോട് പറഞ്ഞില്ലേ ഫുൽക്ക ബിഅഅയുനിന, എന്റെ ആശയങ്ങൾ കൊണ്ട് നീ ഒരു കപ്പൽ പണിയേ. വൽ ഫുൽക വൽ അൻആമ ലിതർകബു ഫീഹി എന്ന് ഖുർആൻ പറഞ്ഞു. വൽ ഫുൽക വൽ അൻആമ, ഫുൽക്കിനെയും അൻആമുകളെയും അല്ലാഹു ആക്കിയിരിക്കുന്നത് ലിതർകബു ഫീഹി, രണ്ടും കൂടി ഒന്നാണ്. രണ്ടിലും കൂടി ഒരു ഫീഹിമാനല്ല പറഞ്ഞത്, രണ്ടും അല്ലാന്റെ ആശയാണ്. അതാണ് ലിതർകബു ഫീഹി എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ കപ്പലൊന്ന് വേറെ അൻആമ് കാലികളൊന്ന് വേറെയാണെങ്കിൽ, എന്നിട്ട് അതിന്റെ പുറത്ത് സവാരി ചെയ്യാനാണെങ്കിൽ തെർക്കബു ഫീഹിമാന്നാ പറയാം. അതിന്റെ രണ്ടിന്റെയും പുറത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ. ഇത് ഫുൽക്കും അൻആമും രണ്ടും ദൈവത്തിന്റെ സന്ദേശങ്ങളാണ്. അൻആമേ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അൻആം ഇപ്പൊ നമ്മളെന്താ എഴുതിയിരിക്കണത്? കാലികൾ എന്ന് എഴുതിയിരിക്കണേ. നിയമത്തിനാണ് ശരിക്കും അതിന്റെ റൂട്ട് വന്ന അൻആം അങ്ങനെ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി തരുന്ന അവന്റെ അനുഗ്രഹങ്ങളാവുന്ന അവന്റെ ആശയങ്ങളാണ് അൻആം.
ആ അൻആമുകളുടെ ആദാനുകളാണ് അവർ മാറ്റിമറിച്ചിരുന്നത്. അല്ലാതെ ഇവരീ പറയണ പിന്നെ ഇവരെന്താ പറയണ ഓല് ഒട്ടകത്തിന്റെ മൂരിന്റെ എന്തിന്റെയൊക്കെ ചെവി മുറിച്ചിരുന്നു. പോലെ യുഗത്തിക്കന്നെ ആദാനല്ല അന്നാമി എന്ന് പറഞ്ഞാല് അവര് പിന്നെ ആദാനം അന്നാമി ചെവി മുറിക്കലായിരുന്നു അവർക്ക് പണിയാണ്. ശിർക്കാണത്. ആദാനുള്ള അന്നാമ് എന്ന് പറഞ്ഞാൽ അന്നാമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാവുന്ന ഈ ആശയങ്ങളാണ്. അതന്നെയാണ് പുൽക്കും. നമുക്ക് സവാരി ചെയ്യാനുള്ള നമ്മുടെ കപ്പലും അതന്നെയാണ്. നമുക്ക് മനസ്സിലാവുണ്ടോ? ഈ മശഹൂൻ ആശയങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട മൂമിനത്തായ ഈ കപ്പലിലാണ് അദ്ദേഹം ആദ്യം കയറിയത്. യൂനുസ് കയറി. അതാണ് ലിതർകബു ഫീഹി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇനി ഒരു ക്ലാസ്സിൽ പറയുന്നില്ല, ഒരു ക്ലാസ്സിൽ അത് മാത്രം പറയാം. ആദാനുള്ള അൻആം മാത്രം പറയാം. അൻആം മാത്രം വന്ന സ്ഥലങ്ങൾ, അൻആം മാത്രം വന്ന സ്ഥലങ്ങൾ പറയാം. അൻആം ദൈവാനുഗ്രഹങ്ങളാണ്. അതാണ് ജുലൂദുൽ അൻആം കൊണ്ട് നിങ്ങൾ ബുയൂത്തുകൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. വീടുകൾ ഉണ്ടാക്കും. വീടുകൾ എന്ന് പറഞ്ഞാൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന് താമസിക്കാനുള്ള ദൈവത്തിന്റെ ആശയമാണ് ബൈത്ത്. അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത്. എവിടെ നമ്മൾ അന്തി ഉറങ്ങേണ്ടത്? നമുക്ക് അന്തി ഉറങ്ങാനുള്ള, നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് വിശ്രമിക്കാനുള്ള, നമുക്ക് പാർക്കാനുള്ള, കഴിയാനുള്ള നമ്മുടെ വീട് ദൈവത്തിന്റെ സന്ദേശമാണ്. ആ സന്ദേശങ്ങളാവുന്ന ആ സന്ദേശങ്ങൾ നിങ്ങൾ പണിതുണ്ടാക്കുന്നു. എവിടെ നിന്ന്? മിൻ ജുലൂദിൽ അൻആമി, ദൈവത്തിന്റെ തത്വശാസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് ജുലൂദുൽ അൻആം. അല്ലാതെ തോലുകൊണ്ട് വീട് പണിയല്ല. കാലികളുടെ തോലുകൊണ്ട് വീട് പണിയുന്ന ആൾക്കാരുണ്ടോ? അതാ ഖുർആൻ പറയുന്നത്. നിങ്ങൾ വീടുകൾ പണിയുന്നു, ബുയൂത്തുകൾ പണിയുന്നു. എന്തിൽ നിന്ന്? മിൻ ജുലൂദിൽ അൻആം. അതാണ് ഫജ്ലിദൂഹും. ഈ ആശയം കൊണ്ടാണ് അവരെ പൊതിയേണ്ടത്. ആരിനെ? മുശ്രിക്കിനെ. അതാണ് സാനി. മുശ്രിക്കിനെയും സാനിയെയും ഫജ്ലിദൂഹുമ, അവരെ ജിൽദ് കെട്ടേണ്ടത്, അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ഈ ജുലൂദ് കൊണ്ടാണ്. അതാണ് ഖുർആൻ കൊണ്ട് മനസ്സിലാക്കുക. നാട്ടുകാര് ഈ അറാബിയുടെ ഭാഷ മനസ്സിലാക്കരുത്. അൽ അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖൻ. അറാബികൾ കുഫറും നിഫാക്കിലും കടുകട്ടിയുള്ള ആളുകളാണ്. അതുകൊണ്ട് അറാബികളുടെ ഭാഷ എടുത്ത് ഖുർആനെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. അതാ എനിക്ക് പറയാനുള്ളത്. 6-ാം നൂറ്റാണ്ടിലെ അറാബികളുടെ ഭാഷയെടുത്ത് ഖുർആനെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. അൽ അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖൻ. അറാബികൾ, അറബ് എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആൻ പിന്നെ വ്യക്തമായതെന്നാണ്. ഇവർ ചോദിച്ചു അറബി ഭാഷയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആയജമി എന്ന് പറഞ്ഞാൽ ഏതാ ഭാഷ? ആയജമി ഭാഷ ഉണ്ടോ? ആയജമി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ ഉണ്ടോ? ഖുർആൻ പറയുന്നത് ആ അറബിയും ആയജമിയും. അറബിയാണോ ആയജമിയാണോ എന്ന് ചോദിക്കണ്ടേ? അറബിയൊക്കെ നിങ്ങൾ പറഞ്ഞ അറബി ലാംഗ്വേജ് ആണെങ്കിൽ ആ അജമിയും എന്ന് ഖുർആൻ ചോദിക്കണ്ടേ? അത് ഏതാ ഭാഷ? പാകിസ്ഥാനിയാണോ? ചൈനയുടെ ഭാഷയാണോ? ഹിന്ദിയാണോ? ഇംഗ്ലീഷാണോ? ഏതാണ്? ഫ്രഞ്ച് ഭാഷയാണോ? ഏതാണ് ആ അജമി എന്ന് പറഞ്ഞാല്? അപ്പൊ അവർക്ക് ഉത്തരമില്ല. അജമി ഭാഷ ഉണ്ടോന്ന് ചോദിച്ചു. അജമീന്ന് ഭാഷ ലോകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല. അജമീന്ന് കേട്ടത് ലോകത്ത് അജമീന്ന്. ലോകത്ത് ചൈനീ കേട്ടത്, ചൈനീസ് ഭാഷ. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. അജമി ഭാഷ ലോകത്ത്. ആ അറബിയും അജമിയും എന്ന് ഖുർആൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അജമി ഭാഷ വേണം. അപ്പൊ ഇതിന് അവസാനം പോലെ അതിനെ ഒപ്പിക്കൽ എങ്ങനെയാണോ? അറബി അല്ലാത്തവർക്ക് അജമിയാണ്. ഇങ്ങനെ പറഞ്ഞു ഒപ്പിക്കാനില്ല, നമ്പറല്ല. അതുകൊണ്ട് അൽ അറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖൻ. നിങ്ങൾ അള്ളാന്റെ കിതാബിനെ അള്ളാന്റെ കിതാബ് കൊണ്ട് തന്നെ മനസ്സിലാക്കി. അപ്പൊ അൻആം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 കാലിമ നടക്കുന്ന കാലി നമ്മൾ മനസ്സിലാക്കുക. കപ്പലിൽ നിന്ന് മനസ്സിലാക്കിയ കപ്പൽ എന്ന് പറഞ്ഞാൽ പിന്നെ കടലിൽ കൂടി പോണ കപ്പലല്ല. നമുക്ക് ഫലക്ക, നമ്മളിൽ അത് റൂട്ടിലേക്ക് ഇപ്പൊ പോകണ്ടല്ലേ, അതെങ്ങനെ ഫലക്ക എന്നുള്ളത് ഈ ആശയാണെന്നാണ് പിന്നെ പറഞ്ഞു. ഈ കപ്പൽ നമുക്ക് കയറാനുള്ള കപ്പലാണിത്.
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ള ചെയ്യുന്ന പണിയാണ് ആദ്യം. അത് വേറൊരു ഇൽമാണ് കേട്ടോ, പുതിയൊരു ഇൽമാണ് അത്. നിങ്ങൾ ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ള ചെയ്യുന്ന പണിയാണ്. എന്നിട്ടാണ് പിന്നെ ആ പണി നമ്മൾ ചെയ്യണത്. അത് ഖുർആൻ ഇപ്പോ പരിശോധിച്ച് നോക്കിയപ്പോ കിട്ടിയത് ഏത് ക്രിയ കിട്ടുണ്ടോ അതൊക്കെ അള്ള ആദ്യം ചെയ്തിട്ടുണ്ടോ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ആ പണി നമ്മൾ ചെയ്യാം. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അത് ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഖുർആനിലെ ഏത് പ്രവർത്തനം അങ്ങനെ. അപ്പോ ഈ കപ്പലിലേക്ക് ഈ യൂനുസിന്റെ അർത്ഥം പറയണം. ഒരു വാക്ക് പറഞ്ഞപ്പോ യൂനുസിന്റെ അർത്ഥം കിട്ടണമെന്ന. യൂനുസിന്റെ അർത്ഥമൊന്നുമില്ല. നമ്മളില് ഇവനില് ഒരു ഇൻസാനിയത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. അവനാണ് യൂനുസ്. ഒരു മനുഷ്യത്വവും ഒരു ഉൻസ് ഇണക്കവും സ്നേഹവും ഒരു പിന്നെ ആളുകളിൽ ഒരു ഒരുമയൊക്കെ ഉണ്ടാക്കുക. അനീസ്ന്ന് കേട്ടിട്ടില്ലേ? ഇണക്കമുള്ളതെന്നാണ്. അനീസാണ് പെണ്ണിനും അനീസ് ആണിനും പേരുണ്ടാവും. അതാണ് ഉൻസ്, അതാണ് യൂനുസ്. വളരെ സൗമ്യമായി ഇണക്കത്തോടുകൂടി മനുഷ്യപ്പറ്റുള്ള ഒരാളായി ജീവിക്കുന്ന ആള് എന്ന് അതിനർത്ഥമുള്ളൂ. മൂസയുടെ അർത്ഥം പറഞ്ഞല്ലേ, മുഹമ്മദിന്റെ അർത്ഥം ഒക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിന്. നീ ആ അർത്ഥത്തിൽ നിങ്ങൾ കെട്ടിമറിയണ്ട. അതാണ് യൂനുസ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ തന്നെ പിന്നെ കിട്ടണം. ആളുകൾക്ക് അങ്ങനെയാണ്. ഒന്ന് പറയാൻ മാറ്റി വെച്ചാ അതന്നെ പറയണമെന്ന്. അത് അത്ര പ്രധാനം ആയതുണ്ടാവും. ചിലത് പിന്നെ പറയാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണമുണ്ടാവും. രണ്ട് നിലക്കും പറയലുണ്ട്. അപ്പൊ യൂനുസ് എന്നുള്ളത് മനുഷ്യനിൽ ഒരു ഒരുമയും. സത്യത്തിൽ ഈ ഖുർആൻ അതിനാണ് സത്യം. മനുഷ്യർക്കിടയിൽ സലാമും സമാധാനവും സക്കീനത്തും അമിനും പുരട്ടിയൊക്കെ ഉണ്ടാക്കി മനുഷ്യർ വെക്കാനേൽക്കാതെ നേരെ ജീവിക്കും. ഇതാണ് ഇതിന്റെ ആവശ്യം. പക്ഷെ ഇത് വെക്കാനാക്കി മാറ്റി കളയുന്നു. ഇതാണ് എത്ര ഇതാണ് ഇതിലൊക്കെ. അതാണ് മുഹമ്മദ് ആയാലും യൂനുസ് ആയാലും ഇബ്രാഹിം ആയാലും നൂഹ ആയാലും ഒക്കെ അതാണ്. തൗറാത്തായാലും ഇഞ്ചിയിലായാലും ഹിക്മത്തായാലും ഖുർആനായാലും ഫുർഖാനായാലും നൂറായാലും ഒക്കെ ഈ ഖുർആൻ തന്നെയാണ്, വേറൊന്നുമല്ല. ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ട് നോക്കി. മൂസക്ക് തൗറാത്ത് മൂസക്ക് ഇറങ്ങിയതാണെന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് വെച്ച് വെറുതെ ഇല്ല. ഖുർആനിൽ എവിടെ ഇല്ല. വെറുതെ ഒരു നമ്പർ ഇട്ട് നോക്കിയതാണ് ആൾക്കാരൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. തൗറാത്ത് മൂസക്ക് ഇറങ്ങിയത്, മൂസക്കൊക്കെ തൗറാത്ത് ഉണ്ട്. പക്ഷെ തൗറാത്ത് എന്ന് പറയുന്ന വേറൊരു ബുക്കല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതാണ്. തൗറാത്ത് വേറൊരു ഗ്രന്ഥമാണെങ്കിൽ അത് മൂസാക്ക് കൊടുത്തതാണെങ്കിൽ ഖുർആനിൽ എവിടെ ഇല്ല. ഇല്ല. സുഹഫുണ്ട്, അൽവാഹുണ്ട്, ഫുർഖാനുണ്ട്, കിതാബുണ്ട്. തൗറാത്തില്ല. സുഹഫ് കൊടുത്തോന്നുണ്ട്, അൽവാഹ് കൊടുത്തോന്നുണ്ട്, ലൗഹ് അൽവാഹ് കൊടുത്തോന്നുണ്ട്, കിതാബ് കൊടുത്തോന്നുണ്ട്, ഫുർഖാന് കൊടുത്തോന്നുണ്ട്. പക്ഷെ തൗറാത്ത് കൊടുത്തോന്ന് മൂസക്ക് തൗറാത്ത് കൊടുത്തോന്ന് ഖുർആൻ തീരിട്ട് തെരഞ്ഞാൽ കാണില്ല. എന്നാ നേരെ മറിച്ച് ഈസക്കുണ്ട് തൗറാത്ത്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത്ത വൽ ഇൻജീൽ. ഈസക്കുണ്ട് യുഅല്ലിമുഹുൽ കിതാബ, യുഅല്ലിമുഹു ഈസയെ പഠിപ്പിച്ചു അൽ ഹിക്മത വൽ കിതാബ വത്തൗറാത്ത വൽ ഇൻജീൽ. ഈസക്കുണ്ട്. പക്ഷെ മൂസക്ക് തൗറാത്ത് പഠിപ്പിച്ചു എന്നോ തൗറാത്ത് കൊടുത്തോന്നോ ഖുർആൻ അലിഫ്ലാമി തൊട്ടിട്ട് സൂറത്തുന്നാസിന്റെ സീന് വരെ തെരഞ്ഞെടുത്തിട്ട് വെറുതെ എന്താ ഇതൊക്കെ എല്ലാവർക്കും കൂടി ഇതൊക്കെ ഇത് ഒന്നൊന്നിന്റെ വിശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചുരുക്കി തിരിച്ചു വരാം. അപ്പൊ യൂനുസ് എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഒരുമയും ഒരു ഇണക്കവും ഒരു ലോകവും ഒരേ ഐക്യമൊക്കെ ഉണ്ടാക്കണം. ഒരു ഒരുമയുണ്ടാക്കുന്ന ആശയം അല്ലെങ്കിൽ ആ ആശയം പ്രകാശിപ്പിക്കുന്ന വ്യക്തിയായിട്ട് എടുത്തോളൂ, കുഴപ്പമില്ല. അത് ദൈവത്തിന്റെ മുർസലീങ്ങളിൽപ്പെട്ടതായിരുന്നു. ഈ മുർസല് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും, മുർസല് എന്ന് കേൾക്കുമ്പോഴത്തേനും മനുഷ്യന്ന് വിചാരിക്കേണ്ട ആശയവും ആകാം. അതിന് ഞാൻ ഫേസ്ബുക്കിലല്ല വാട്സാപ്പിലൊരു നമ്പർ ഇട്ട് നോക്കി. കസ്സബത ഖൗമ നൂഹിൻ അൽ മുർസലീൻ. നൂഹിന്റെ ജനത മുർസലീങ്ങളെ കളവാക്കി. നൂഹിന്റെ കാലത്ത് എത്ര മുർസലീങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യന്മാരായിട്ടെന്ന് വെച്ചു? എത്ര ആൾക്കാരുണ്ടായിരുന്നു?
അത്ര ആൾക്കാരുണ്ടായിരുന്ന നൂഹല്ലാതെ പിന്നെ ഈ മുർസലീങ്ങളെ കളവാക്കിയെന്നൊക്കെ ഏതാ മുർസലീങ്ങൾ? പിന്നെ ഈ ആശയങ്ങളാണ്, ആശയങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ അവർ കളവാക്കി കളഞ്ഞു. അതാണ് കർദബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ. നൂഹിന്റെ ജനത മുർസലീങ്ങളെ കളവാക്കി. എത്ര മുർസലീങ്ങൾ ഉണ്ടായിരുന്നു നോക്കിയാൽ? നൂഹിന്റെ കാലത്ത് കിതാബില് നൂഹ് മാത്രമേ ഉള്ളൂ. അപ്പൊ മുർസലീങ്ങൾ എന്ന് പറഞ്ഞതാണ്. അതിനോട് ഏതോ ഒരാള് ഫേസ്ബുക്കിൽ എവിടെ ചോദിച്ചത്, യാ അയ്യുഹർ റുസുലു കുലൂ മിനത്ത് ത്വയ്യിബാത്തി, ഏ ദൂതന്മാരെ നല്ലത് തിന്നുക. നബിക്കാണ് ഈ ആയത്തിറങ്ങണത്. അപ്പൊ എത്ര റുസുലുകളുണ്ട് അവിടെ എന്ന് ചോദിച്ചു. നബിയോടാണ് ഈ ആയത്ത് പറയണത്. യാ അയ്യുഹർ റുസുലു, യാ അയ്യുഹർ റസൂൽ എന്നല്ല, ഏ ദൂതാനല്ല, ദൂതന്മാരെ കുലൂ മിനത്ത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ, നല്ലത് തിന്നുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. നല്ലത് തിന്നാന്, ത്വയ്യിബാത്ത് തിന്നാന്, മോമിനത്തായ ആശയങ്ങൾ തിന്നാന്, എന്നിട്ട് അത് പ്രവർത്തി ഫലത്തിൽ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ എത്ര ദൂതന്മാരുണ്ടായിരുന്നു നബിയുടെ കാലത്ത്? ഇതൊക്കെ ദൈവത്തിന്റെ സന്ദേശങ്ങൾ തന്നെയാണ്. നോഹുണ്ട്, മൂസയുണ്ട്, ഈസയുണ്ട്, ഇബ്രാഹിമുണ്ട്, നോഹുണ്ട്, യൂനുസുണ്ട്, വെൽക്കർണയിനിയുണ്ട്. ഒക്കെ ഇതന്നെയല്ലേ? ഒക്കെ ഈ ദൂതന്മാർ തന്നെയാണ്, ഈ സന്ദേശങ്ങൾ തന്നെയാണിത്. അപ്പോ യൂനുസ് ഈ ആശയങ്ങൾ, മൂമിനത്തായ ആശയങ്ങൾ നിറച്ചു വെക്കപ്പെട്ട ഖുർആനാവുന്ന ഈ കപ്പലിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ആശയത്തെ ഉൾക്കൊണ്ട്, അതാണ് കയറുക എന്ന് പറഞ്ഞാൽ. ഇത് അപ്പൊ ഫുൽക്കിൽ മഷ്ഹൂൻ, അപ്പൊ ഫുൽക്കും അൻആമും നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളത് ഇതാക്കി. അതാണ് അൻആമ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശമാണെന്ന് മനസ്സിലാക്കുക. ആ ജുലൂദുൽ അൻആമ് കൊണ്ടാണ് നമുക്ക് പാർക്കാനുള്ള ആശയത്തിന്റെ വീടുകൾ പണിയേണ്ടത്. അതാണ് പിശാചിന്റെ പണിയാണിത്. പിശാച് പറഞ്ഞു, ഞാൻ അവരിൽ നിന്ന് ലഅത്തഖിദന്ന മിൻഹും നസീബൻ മഫ്റൂള, ഖുർആൻ പറഞ്ഞതാണത്. ഞാൻ അവരിൽ നിന്ന് നസീബൻ മഫ്റൂള എടുക്കും. ഇപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് നസീബൻ മഫ്റൂളാന്ന് കേട്ടാൽ എന്താ ഓർമ്മ വരിക? നിർബന്ധമാക്കപ്പെട്ട ഓഹരി എന്നാ വരിക. സ്വത്തോഹരി വെക്കുമ്പോഴേ നസീബൻ മഫ്റൂള, നസീബൻ മഫ്റൂള എന്ന് പറഞ്ഞാൽ സ്വത്തോഹരി വെക്കുമ്പോ നസീബൻ മഫ്റൂള എന്ന് പറയും. അല്ലെങ്കിൽ സദക്ക പറയുമ്പോ ഫരീളത്ത് നസീബൻ മഫ്റൂള. നസീബൻ മഫ്റൂള എന്ന് പറഞ്ഞാൽ നസീബ് എന്ന് പറഞ്ഞാൽ വിഹിതം എന്നാണ് ഇപ്പൊ അർത്ഥം. മഫ്റൂള എന്ന് പറഞ്ഞാൽ നിർബന്ധമായും കൊടുക്കേണ്ട വിഹിതം എന്നാണ്. പിശാച് നിർബന്ധമായും കൊടുക്കേണ്ട വിഹിതമല്ല പിടിക്കുന്നത്. പിശാച് ലഅത്തഖിദന്ന മിൻ ഇബാദിക, നിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന, നിന്റെ ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഈമാനുള്ള അവരുടെ ഒരു ഭാഗത്തെ ഞാൻ പിടിക്കുന്നതാണ്. അതാണ് പറയുന്നത് നസീബൻ മഫ്റൂള. ഫർള് എന്ന് പറഞ്ഞാൽ ഈമാൻ, ഫർള നിർബന്ധമായി നാം സ്വീകരിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ട ആശയം അതാണ്. അവർ നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട ആശയം ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ അവിടെ ഞാനിങ്ങോട്ട് പിടിക്കും. അവിടെ ഞാനിങ്ങോട്ട് പിടിച്ചിട്ട് പോലെ ആമുറുന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. ശൈത്താൻ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ എന്ത് ചെയ്യും? പല യുഗത്തിക്കന്ന ആദാനല്ല, അവർ ദൈവത്തിന്റെ വചനങ്ങളെ മാറ്റിമറിക്കും. ദൈവത്തിന്റെ വചനങ്ങളെ മാറ്റിമറിക്കും. സുമ്മല ആമുറുന്നഹും, പിന്നെയും ഞാൻ അവരോട് കൽപ്പിക്കും. പല യുഗയിറന്ന, അപ്പൊ അവർ ചേഞ്ച് ചെയ്യും. വയ്യറ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനതയെയും അല്ലാഹു മാറ്റുകയില്ല, അവർ സ്വയം അവരുടെ തത്വശാസ്ത്രത്തെ മാറ്റാറ്. അതാണ് വല യുഗയ്യിറന്നഹും സുമ്മല ആമുറുന്നഹും, പിന്നീട് ഞാൻ അവരോട് കൽപ്പിക്കും. വല യുഗയ്യിറുന്ന, അവര് മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഖൽഖുല്ലാഹ്, അള്ളാഹുവിന്റെ ഖൽക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ.
ഖൽഖുള്ള ഖുർആനാണ്. ഖൽഖുള്ള ഖുർആൻ. ഫിത്രത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം. ഞാനല്ല പറഞ്ഞത് ഖൽഖുള്ള ഖുർആനാണെന്ന്. നിന്റെ വകയല്ല, എന്റെ വകയല്ല. ആരാ പറഞ്ഞത് ഖൽഖുള്ള ഖുർആനാണെന്ന്? അള്ളാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഫിത്രത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. മനുഷ്യരെ ഏതൊരു ആശയത്തിലാണോ അള്ളാഹു രൂപപ്പെടുത്തിയത്, ലാ തബ്ദീല ലിഖൽഖില്ല, ആ രൂപപ്പെടുത്തിയെടുത്ത ആ ആശയത്തെ മാറ്റിമറിക്കാൻ പാടില്ല, അതിന് ഭേദഗതിയില്ല. ലാ തബ്ദീല, അതിന് പകരം വെക്കാൻ, അതിന് തബ്ദീൽ ചെയ്യാൻ പാടില്ല. ദാലിക അദ്ദീനുൽ ഖയ്യിം, അത് മൂല്യവത്തായ ചൊവ്വായ അള്ളാഹുവിന്റെ ദീനാണത്. അപ്പൊ ഖൽഖുള്ള അള്ളാഹുവിന്റെ ദീനാണ്. ഖൽഖുള്ള എന്താണ്? അള്ളാഹുവിന്റെ ഖയ്യിമായ ദീനാണ്. ആ ദീനിന് ലാ തബ്ദീല, ലാ തബ്ദീൽ, അതിന് ബദല്. അപ്പൊ ഖുർആനിൽ ബദലില്ലാത്ത എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാന്റെ ഖുർആനാണ്. അതങ്ങനെയാണ്. ഇനി തബ്ദീൽ പോയി പരിശോധിച്ച് വെക്കുക. ബദ്ദല യുബദ്ദിലു തബ്ദീല്, യൗമ തുബദ്ദലുൽ അർള്. അപ്പൊ അർള് ഖുർആനാണ്, അർള് ഖുർആനാണ്. മാറ്റിമറിക്കപ്പെടാവുന്ന എന്തൊക്കെ, മാറ്റിമറിക്കാൻ പാടില്ലാത്തതും മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതും ദൈവത്തിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്, അള്ളാഹുവിന്റെ ദീനാണ്. ഇതല്ലാത്ത ഒന്നുമില്ല. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലൻ ലാ മുബദ്ദില ലികലിമ. നിങ്ങൾ തബ്ദീൽ ബദ്ദല യുബദ്ദിൽ, ലാ തബ്ദീല ലിസുന്നത്തില്ല. സുന്നത്തുള്ള അള്ളാന്റെ ഖുർആനാണ്. ഈ പ്രകൃതി അതാണ്. അപ്പൊ ഖൽഖുള്ള അവര് മാറ്റിമറിക്കും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനെ, അള്ളാഹുവിന്റെ ദീനിനെ അവര് മാറ്റിമറിക്കും, ശൈത്താൻ കൽപ്പിക്കും, സത്യത്തെ സത്യമാക്കും. അതിന് വേറെ കുഴപ്പമില്ല, ചില്ലറ പണിയെടുക്കും. അപ്പോ മശഹൂൽ ഇപ്പൊ സാഹമാണ് കേറിയപ്പോ മൂപ്പരെ പിന്നെ അതിനെ നിഷേധിച്ചു. ഇവരെന്തായിരിക്കണം? മൂപ്പരെ നറുക്കിട്ടെടുത്തു. സാഹമാനം നറുക്ക് മൂപ്പരല്ല, നറുക്കിടുകയാണെങ്കിൽ മറ്റേ നാട്ടുകാരല്ലേ നറുക്കേണ്ടത്. ഇത് സാഹമാന ക്രിയ ചെയ്തത് യൂനുസാണ്. സാഹമാന സാഹ മൂന്നല്ല, അവര് നറുക്കിട്ടെടുത്തു എന്നല്ല. സാഹമാന ഈ ക്രിയ ചെയ്ത ആള് യൂനുസാണ്. യൂനുസ് ഈ ഖുർആനിനെ നിഷേധിച്ചു. അമ്പിയാക്കന്മാരെ നിഷേധിക്കും. നിഷേധത്തിലേക്ക് മൂസ പോയിട്ടില്ല, മൂസ പോയിട്ടുണ്ട്, ആദമ് പോയിട്ടില്ലേ? ആദമ് പോയിട്ടുണ്ട്. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിൽ ഞാൻ ഈമാൻ കണ്ടില്ല എന്ന് ആരെ കുറിച്ചാ പറഞ്ഞത്? ആദമിനെ കുറിച്ചാ പറഞ്ഞത്. ഫലമ്മ അസ്ലമ എന്ന് ഇബ്രാഹിമിനെ കുറിച്ചും, ഇബ്രാഹിമിന്റെ ഇബ്നിനെ കുറിച്ചാ പറഞ്ഞത്. ഫലമ്മ അസ്ലമ, അവര് മുസ്ലിമായപ്പോൾ. അപ്പൊ അതുവരെ ആരായിരുന്നു? അപ്പൊ അതുവരെ ആരായിരുന്നു? ഫലമ്മ അസ്ലമ. ഇബ്രാഹിമിനോടാ പറഞ്ഞത് അൻതുഹിറ ബൈതിയ, നിന്നിലുള്ള എന്റെ ഈ തത്വശാസ്ത്രത്തെ നീ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ശുദ്ധമാക്കണം. ആരോടാ പറയണത്? മൂസക്ക് നിഷേധത്തിൽ പറഞ്ഞില്ലേ? ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു മിൻഹും അൻ യഖ്തുലൂൻ, ഞാൻ അവരിൽ നിന്ന് ഒരു നഫ്സിനെ നിഷേധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്നെ നിഷേധിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. വമാ ഇൻസാനിഹി ഇല്ല ശൈത്താൻ എന്ന് പറഞ്ഞത് ആരാണ്? മൂസയെ മറപ്പിച്ചത് ശൈത്താൻ മൂസമ്മ പണിയെടുത്തില്ലേ? അത് മറപ്പിച്ച ഹൂത്ത് ഏതാണ്? ഖുർആനെ മറന്നു. ഞാനും നിങ്ങളൊക്കെ മറക്കും, ഇടക്കൊക്കെ മറക്കും. മറക്കാൻ പാടില്ല എന്നാണ്. മറക്കാതെ ഭൗതിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നമ്മൾ ഖുർആനെ മറക്കൂലേ? മറക്കുകയെ. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വരും, സ്വാർത്ഥ മോഹങ്ങൾ വരും. താൽക്കാലികമായ നേട്ടം കിട്ടിയ കുഴപ്പമില്ലാന്നൊക്കെ ആർക്കും വരൂതേ. ഇത് വരാത്ത മഹലൂക്കാരാ. വരും, പക്ഷെ തിരിച്ചു വരണം. കുറച്ച് കായ് കണ്ടാൽ തൽക്കാലം അത് അനർഹമായ വഴിയിലാണെങ്കിലും ഇടുക്കാന്നൊരു തോന്നലൊക്കെ വരും.
സത്യത്തിൽ നിന്ന് ഒന്നും മാറി ചിന്തിക്കാനൊക്കെ തോന്നുകയും പിശാചി ഇടക്കിടക്ക് പണിയെടുക്കും നമ്മളെ കടിമേ. അതാണ് അതിന്ന് രക്ഷപ്പെടലിൽ നിന്ന്. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാർക്കും വരാം. അത് ഈ ആദമിന് പറഞ്ഞു വലം നജിദ് ലഹു അസ്മ. ഉലുൽ അസ്മിൽ ആദമിന് എണ്ണും വരും. ഞാൻ ചോദിച്ചു എങ്ങനെ ഉലുൽ അസ്മ? ഖുർആൻ പറഞ്ഞല്ലോ വലം നജിദ് ലഹു, ഞാൻ അദ്ദേഹത്തിൽ കണ്ടില്ല അസ്മ, ഉറച്ച ഈമാനിയായ മനക്കരുത്ത് കണ്ടില്ല. പിന്നെ എങ്ങനെ ഉലുൽ അസ്മിൽ ആദമ് വരണമെന്ന് ചോദിച്ചു. അള്ള പറയുന്ന ലം നജിദ് ലഹു അസ്മാന. അസമില്ല മൂപ്പർക്ക്, അസമ് കിട്ടിയില്ല എന്നാ പറയാം. പിന്നെ ഉലുൽ അസ്മ് നോഹിന്റെ അവിടെ നിന്നിട്ട് എണ്ണയാണെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പൊ അത് യൂനിസ് ഈ ഫുൽക്കുൽ മഷഹൂനിൽ കയറിപ്പോ സാഹമായി ഇതിനെ നിഷേധിക്കും. മൊത്തത്തില് ഖുർആൻ നിഷേധം വന്നു. മിനൽ മുദ്ഹളീൻ, ഇവര് പറയുന്ന എടുത്തറിയപ്പെട്ട ആളായി മാറി. എവിടേക്ക് എടുത്തറിയപ്പെട്ട? ദഹളക്ക് ഖുർആനിൽ എവിടെ എടുത്തറിയപ്പെടുക? നിങ്ങൾ ഖുർആനിൽ ദഹള എന്ന വാക്കിന് എവിടെ എടുത്തറിയപ്പെടുക? വജാദലുല്ലദീന കഫറു, കാഫിരീങ്ങൾ ജിദാല് നടത്തി ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ, സത്യത്തെ നിഷേധിക്കാൻ. അതാണ് നിഷേധിക്കുക എന്നാണ് ദഹള എന്ന വാക്കിന് ഖുർആനിൽ എവിടെ? ദഹള താലിഹാൾ എങ്ങനെ പിന്നെ കടലിലേക്ക് എടുത്തറിയപ്പെട്ട ആളായി മാറുക? എനിക്ക് മനസ്സിലായി. ജാദലുല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ സത്യത്തോട് തർക്കിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ലിയുദ്ഹിലൂ, നിഷേധിക്കാനും തകർക്കാനും വേണ്ടിയിട്ട്. ബിഹി, അതുകൊണ്ട് അൽ ഹഖ, സത്യത്തെ. അദ്ദേഹം നിഷേധത്തിലേക്ക് പോയപ്പോൾ നിഷേധിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹമായി തീർന്നു. ഫൽതഖഹുൽ ഹൂതു, ഖുർആൻ അദ്ദേഹത്തെ നിഷേധിച്ചു. ഇൽതഖമാമെന്ന അപരിചിതമായി തോന്നി എന്നാണ് അതിന്റെ. സത്യത്തെ നമ്മൾ നിഷേധിച്ചാൽ സത്യത്തിന് പിന്നെ നമ്മളെ പരിചയം ഉണ്ടാവൂല. സത്യം നമ്മളെ നിഷേധിക്കും. സത്യത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ, ശരിയെ യാഥാർത്ഥ്യത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ ആ സത്യത്തിന്, ആ ഖുർആന് പിന്നെ നമ്മളെ പരിചയം ഉണ്ടാവില്ല. അതാണ് പരിചയമില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ മൂപ്പരി നിഷേധിച്ചു. അതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പൊ പറ്റുള്ളൂ. സത്യത്തെ നമ്മൾ നിഷേധിച്ചാൽ സത്യം നമ്മളെ നിഷേധിക്കും. പിന്നെ എന്ന് ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നുവോ അന്നേ ആ സത്യം നമ്മളെ സ്വീകരിക്കുള്ളൂ. നമ്മുടെ കർമ്മങ്ങളെ സത്യമാക്കി മാറ്റുള്ളൂ. മനസ്സിലായ മക്കൾ? അതാണ് ഈ ഖുർആൻ മൂപ്പരെ നടന്നു. മൂപ്പരെ പരിചയമില്ലാത്ത പോലെയായി. ആളെ നെക്കറാന്നാണ് മൂപ്പരെ പരിചയമില്ല. പരിചയമില്ല എന്ന് പറഞ്ഞാൽ ഇൻകാർ ചെയ്യാൻ പറഞ്ഞ നിഷേധാണ്. ആളെ പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ സത്യത്തെ മൂപ്പര് തള്ളി. ഫൽതഖഹുൽ ഹൂത് വഹുവ, എപ്പോഴാണ് ഖുർആൻ അദ്ദേഹത്തെ നിഷേധിച്ചത്? വഹുവ മുലീം, അദ്ദേഹം കാഫിറായപ്പോൾ, മുലീമായപ്പോൾ, നിഷേധിയായപ്പോൾ, ഈ സത്യത്തെ നിഷേധിച്ചപ്പോൾ ഖുർആൻ അദ്ദേഹത്തെ നിഷേധിച്ചു. ഖുർആൻ അദ്ദേഹത്തെ അപരിചിതത്വം കാണിച്ചു. ഫൽതഖഹുൽ ഹൂത്, ഫൽതഖമാന്നുള്ളത് വേറൊരു സ്ഥലത്ത് നിന്ന് കൊടുന്ന് പറഞ്ഞു തരാൻ ഖുർആനിൽ വേറെ ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു. ലാമയലുമുണ്ട്. ആക്ഷേപിക്കുക എന്നുള്ളത് ഈ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലുണ്ട് നിഷേധം. അതിന് ഖുർആനിൽ തെളിവ് ധരിക്കാൻ കഴിയും. ഫൽതഖമക്ക് നിങ്ങൾക്ക് ഖുർആനിന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഫൽതഖഹുൽ ഹൂത്, ഖുർആൻ അദ്ദേഹത്തെ അപരിചിതത്വം കാണിച്ചു എന്നാണ് നിഷേധിച്ചു. ഫലൗല അന്നഹു കാന, അദ്ദേഹം ആയിത്തീർന്നില്ലായിരുന്നുവെങ്കിൽ മിനൽ മുസബ്ബിഹീൻ മിനൽ മുഅ്മിനീൻ, മുസബ്ബിഹ് മുഅ്മിന, അദ്ദേഹത്തിന്റെ കുഫറുകളെയും തക്ദീബുകളെയും മുഴുവൻ തുടച്ച് മിനുക്കി കഴുകിക്കളഞ്ഞ്, അതാണ് സബ്ബഹ. റൂട്ട് വിശദീകരിക്കണമെങ്കിൽ അംസാക്ക വിശദീകരിക്കാം. റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിണ്ടിയും ഈ ചെമ്പു പാത്രങ്ങളൊക്കെ അല്ലേ, അത് നല്ല പിന്നെ സോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഈ വെണ്ണീറൊക്കെ ഇട്ടിട്ട് നല്ല തേച്ചിങ്ങനെ അതിങ്ങനെ പളുങ്കാക്കുക സ്വർണ്ണൊക്കെ. അതിനാണ് സബ്ബഹ എന്നാണ്. ഒരു ചളി ഇല്ലാതാക്കുക.
തെളിയില്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ മാത്രം അദ്ദേഹം ഉൾക്കൊണ്ടില്ലായിരുന്നുവെങ്കിൽ കാലാകാലം ഈ ഹൂത്ത് അദ്ദേഹത്തെ നിഷേധിക്കുമായിരുന്നു. പക്ഷെ മുസബ്ബിഹായി മാറി. അദ്ദേഹത്തിലുള്ള സർവ നിഷേധങ്ങളെയും സർവ കളവുകളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞ് അദ്ദേഹം തേച്ചു മിനുക്കി. അതാണല്ലോ തഹൂറാക്കലും സബ്ബഹാക്കലും ഒക്കെ. അതാണ് തേച്ചു മിനുക്കി എല്ലാ അഴുക്കും തക്ദീബുകളും കുഫറുകളും നിഫാക്കുകളെയും ഒക്കെ തേച്ചു മിനുക്കി വൃത്തിയാക്കി ശുദ്ധിയാക്കിയില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൂമിനായില്ലായിരുന്നുവെങ്കിൽ എന്നർത്ഥം. അദ്ദേഹം ഈ ആശയത്തെ മാത്രം ഉൾക്കൊള്ളുന്നവനായി മാറിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ദീനിൽ തന്നെ കഴിയേണ്ടി ദീനിഹി എന്നർത്ഥം. ലബിസ എന്ന് പറഞ്ഞാല് താമസിക്കുക, കഴിയുക എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുക. കം ലബിസ്ത, നീ സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിൽ ചോദിക്കണ്ടല്ലോ, കം ലബിസ്ത ലബിസ്തു യൗമൻ ഔ ബഅദ യൗം. ഏതാനും ചില ആശയങ്ങളെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളൂ. യൗമെന്ന് പറഞ്ഞാൽ ആശയങ്ങളാണ്, ഖുർആനിക ആശയങ്ങൾ. ശനി ഞായർ തിങ്കൾ ചൊവ്വയല്ല യൗമ്. ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അല്ല. ഖുർആനി പറഞ്ഞ യൗമ്. അള്ളാഹ്ക്ക് എന്ത് ശനി ഞായർ? അതൊക്കെ ഞമ്മക്കല്ലേ. അള്ളാഹ്ക്ക് ശനി ഞായറുണ്ടോ? ജനുവരി ഫെബ്രുവരി ഉണ്ടോ? ഈ സത്യത്തിനെന്ത് ജനുവരി ഫെബ്രുവരിയാണ്? ഇല്ലേ? ഞാൻ ചോദിച്ചല്ലോ, ഫദക്കിർബി അയ്യാമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിനങ്ങൾ കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുക. ഫദക്കിർബിൽ ഖുർആനിയാണതേ. അതെ, ഫദക്കിർബിൽ ഖുർആനിയുമില്ലത് മാറ്റിയിട്ട് ഫദക്കിർബി അയ്യാമില്ലാന്നാക്കി. അപ്പൊ നീ അയ്യാമില്ല എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? അത് ഖുർആനാണ്. ഒരു സ്ഥലത്ത് ഫദക്കിർബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, അതിനെ മാറ്റി ഫദക്കിർ ബി അയ്യാമില്ല. അല്ലദീന ലാ യർജൂന ലാ യുമിനൂന, ഉൾക്കൊള്ളാത്തവർ. എന്തിനു ഉൾക്കൊള്ളാത്തവർ? ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ ദിനങ്ങളെ ഉൾക്കൊള്ളാത്തവർ. ശനി ഞായർ ഉൾക്കൊള്ളാത്തവരാ? ഞായർ തിങ്കൾ ഉൾക്കൊള്ളാത്തവരോ? ഏതാണ് യൗമുൽ ജുമുഅ? ഈമാനിന്റെ ആശയമാണത്. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച അല്ല. ഈമാനിയായ മനുഷ്യരിൽ ദൈവികമായ ആശയങ്ങളെ ജംഅ് ചെയ്തുന്ന, ഒരുമിച്ച് കൊടുക്കുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് യൗമുൽ ജുമുഅ. ആ യൗമുൽ ജുമുഅയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം, അതിനെ ഉൾക്കൊള്ളാൻ. വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ തള്ളിപ്പോകും. അതാണ് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅയിൽ നിന്ന്. ദൈവത്തിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ അതിൽ നിന്നുള്ള വിളി നിങ്ങൾക്ക് വന്നാൽ എന്താണിതാ? ഇന്നാ സമീനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ. അതാണ് ഈമാനിലേക്കാ വിളി. വീട്ടിലേക്ക് വരിക ആ വിളി ഖുർആനിലില്ല. ഖുർആനിലെ വിളി ഈ സത്യത്തിലേക്ക് വരൂ. അപ്പൊ യൗമുൽ ജുമുഅയിൽ നിന്ന് ഈ ആശയത്തെ ഉൾക്കൊള്ളാനുള്ള വിളി നിങ്ങൾക്ക് കിട്ടിയാൽ ഫസ്ഔ ഇലാ ദിക്രില്ല, അപ്പോൾ ഈ ആശയത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. വദറുൽ ബൈഅ, കുഫറിന്റെ കച്ചവടമൊക്കെ ഒഴിവാക്കണം. പീടിയിലെ കച്ചവടമല്ല, കുഫറിന്റെ കച്ചവടം. കുഫറൊക്കെ ഒഴിവാക്കുക എന്നർത്ഥം. അതാണ് വദറുൽ ബൈഅ. വദറുൽ ബൈഅ അതാണ് ബൈഉം തിജാറത്തും. ബൈഉം തിജാറത്തും രണ്ടെണ്ണാണ്. ഈമാന്റെ തിജാറത്തും ബൈഉണ്ട്, കുഫറിന്റെ തിജാറത്തും ബൈഉണ്ട്. അതാണല്ലോ, അത് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ബൈഉം തിജാറത്തും. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. അതാ തിജാറത്ത്. അതാ തിജാറത്ത്. അല്ലാതെ മുട്ടായി കച്ചവടത്തിൽ പറയുന്നത്. മിഠായികൾ നടത്തിക്കോളി, അത് വേറെ കാര്യം. ഖുർആൻ പറയുന്ന കച്ചവടം രണ്ട് കച്ചവടം. ഒന്ന് കുഫറിന്റെ കച്ചവടം, ഒന്ന് ഈമാന്റെ കച്ചവടം. അത് വിജയിക്കുന്ന കച്ചവടം ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി.
ഇഷ്തറവുൽ ദലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും ഇന്നല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഒരു നഷ്ടക്കച്ചവടം. കസ്സബൂ ഇന്നല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വീഡിയോ കച്ചവടം നടത്തിയിട്ട് പൊളിഞ്ഞോൻ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ അല്ല, ഖുർആന്റെ ഖാസിറല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഖുർആന്റെ നഷ്ടക്കാരല്ല, അത് ഓന്റെ കായ് പോയി എന്നല്ലാതെ ഖുർആനിക വീക്ഷണത്തിൽ വീഡിയോ കച്ചവടം നടത്തി പൊളിഞ്ഞവൻ ഖുർആനിന്റെ വീക്ഷണത്തിൽ ഖാസിറല്ല. ഖുർആനിന്റെ വീക്ഷണത്തിൽ ഖാസിർ പരാജയപ്പെട്ടവൻ ദൈവത്തിന്റെ സന്ദേശത്തെ നിഷേധിക്കുകയും കളവാക്കി കളയുകയും ചെയ്തവനാരോ അവനാണ്. എന്താ പറഞ്ഞത്? യൗമുൽ ജുമാ. ജുമാ എന്ന് പറഞ്ഞാൽ അതാണ്. വത്തഖൂ യൗമൻ യജ്മഊന ഫീഹി ലാ റൈബ. ഒരു യൗമിനെ നിങ്ങൾ ഈമാൻ കൊള്ളണം. ഏതാ ദിവസം? ശനിയാഴ്ച. വത്തഖൂ യൗമൻ, ഏത് യൗമിനെയാണ് നമ്മൾ ഈമാൻ കൊള്ളേണ്ടത്, തഖ്വ ചെയ്യേണ്ടത്? യജ്മഉക്കും ഫീഹി, നിങ്ങളെല്ലാവരെയും ആ യൗമിലേക്ക് ഒരുമിച്ച് അള്ളാഹു കൊണ്ടുവരും. ആ യൗമങ്ങളിൽ തന്നെ ഉണ്ട്, അതിൽ വരാതെ നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ലാ റൈബ ഫീഹി, അതിന് കുഫറില്ല, നിഷേധമില്ലാത്ത ഒരു യൗമുണ്ട്, നിഷേധിക്കാൻ പറ്റാത്ത ഒരു യൗമ്. ലാ റൈബ ഫീഹി ഏതാണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അപ്പൊ ലാ റൈബ ഫീഹി അല്ലാത്തത് കിതാബാണ്. ലാ റൈബ ഫീഹി ഇല്ലാത്ത യൗമ് ഏതാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ശനിയല്ല, വെള്ളിയല്ല, തിങ്കളല്ല, ചൊവ്വയല്ല, ബുധനല്ല. ലാ റൈബ ഫീഹി അല്ല. പിന്നെ ലാ റൈബ ഫീഹി ഇല്ലാത്ത ഒന്ന് സാഅത്താണ്. വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹ. അപ്പൊ സാഅത്ത് എന്താണ്? ഖുർആനാണ്. അപ്പൊ ലാ റൈബില്ലാത്തത് എന്തൊക്കെയുണ്ടോ, നിഷേധിക്കാൻ പറ്റാത്തത് എന്തൊക്കെയുണ്ടോ, ഖുർആനാണത്. വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ ഈ കേട്ടോടുകൂടി ഒഴിവാക്കിക്കളി. എനിക്ക് ഈ ഖുർആൻ പറയലേ നമ്മളുടെ പണി വേണമെങ്കിൽ എടുക്കാം. അതിന് സാഅത്ത് എന്ന് പറഞ്ഞാല് അവസാന നാളാന്ന് എടുത്തോളൂ, അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുക്കണവർ അങ്ങനെ എടുത്തോളൂ. വഅന്ന സാഅത, ഈ സാഅത്ത് ആതിയത്തുൻ, നിങ്ങളുടെ മനസ്സിൽ ഈമാൻ കൊണ്ടുവന്ന് വരിക തന്നെ ചെയ്യും. അതാണ് ഈ താഴ്, അതാണ് ആതിയത്ത്. ഫൗത്തൂഹുന്ന, ഫൗത്തുൽ ഹർഫ, നിസാഉക്കും ഹർഫുല്ലക്കും ഫൗത്തു ഹർഫക്കും. അതാണ് ഈ താഴ്. ഈത്താവു സക്കാത്ത്, സംസ്കാരത്തിലേക്ക് വരിക, സംസ്കാരം ഉൾക്കൊള്ളുക. അതാണ് ഈത്താവു സക്കാത്ത്, അതാണ് ആതിയത്ത്. ആ ആശയം നിങ്ങളിലേക്ക് സാഅത്ത് വരാതെ പോകൂല. ലാ റൈബ ഫീഹ, പിന്നെ അതിനെ നിഷേധിക്കരുത്, പിന്നെ അതിൽ നിഷേധം കൊണ്ടുവരരുത്. നിങ്ങൾ എന്താണ് നിഷേധം കൊണ്ടുവരാൻ പറ്റാത്തത്? യൗമ്, സാഅത്ത്, കിതാബ്. അപ്പോ ലബിസ ഫീ ബത്നിഹി, അദ്ദേഹത്തിന്റെ ദീനിൽ, ആ കുഫറിന്റെ ദീനിൽ കഴിയേണ്ടി വന്നിരുന്നു. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, അയാൾക്കൊരു ബഅസ് ഉണ്ടാവുന്നത് വരെയും. ഏതാണ് ബഅസ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ഖാലൂ മൻ ബഅസനാ മിൻ മർകദിനാ. നമ്മളിൽ ഒരു ഈമാനിയായ, ഒരു സത്യത്തിലേക്കുള്ള ഒരു ഇംബിയാസ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു വെളിപാട്, ഒരു സത്യത്തിന്റെ വിളി നമ്മളിലുണ്ടാവും എന്ന്. അത് വന്നു കഴിഞ്ഞാൽ അതുവരെയും അദ്ദേഹത്തിന് ആ കുഫറിന്റെ ദീനിൽ, ബത്തിന് എന്ന് പറഞ്ഞ ദീനാണ്. ആ കുഫറിന്റെ ദീനിൽ രണ്ട് ദീനുണ്ട്. ബത്തിന് നല്ലതുണ്ട്. യഖ്റുജു മിൻ ബുതൂനിഹി ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. ആ നഹലിന്റെ വയറ്റിന്ന് വരുന്ന ബത്തിന് നല്ല ബത്തിനാണ്. അത് നല്ല ഷറാബാണ്, അത് നല്ല കുടിക്കാൻ പറ്റിയ നല്ല ബത്തിനാണ് ആ വയറ്റിന്ന് വരുന്നത്. ബത്തിന് എന്ന് പറഞ്ഞാൽ നമ്മക്ക് ഈ പള്ളാന്ന് ഓർത്തിട്ടാണ്. ബത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ദിവ്യ ജ്ഞാനമാണത്. അതാണ് ബത്തന. യഅലമു
ബാത്തിനൽ വെറുമ ഖുർആനിലുണ്ടല്ലോ, മാ ലഹറ മിൻഹ വമാ ബത്തൻ, മാ ലഹറ മിൻഹ വമാ ബത്തൻ. ബത്തന എന്ന് പറഞ്ഞാൽ പള്ളനെ ഒഴിവാക്കുകയെന്നല്ല, നിങ്ങളിൽ തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന നിഷേധങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതാണ് മാ ലഹറ മിൻഹ വമാ ബത്തന. അതേ വാക്കന്നെ ബത്തന്, വേറെ ഒരു അക്ഷരം മാറ്റല്ല. ആ ബത്തന് അതാണ് ബുത്തൂന്. നമുക്കതിനിപ്പോ ബത്തന് ഈ പിന്നെ അറാബികളെ ഭാഷ കൊണ്ട് നമ്മളെ ഖുർആൻ പൊയ്ക്കണേ. അറാബികളെ ലോകത്താണ്, അറാബികളെ ഭാഷയാണത് ഇപ്പൊ ഖുർആനെ വ്യാഖ്യാനിച്ചിരിക്കണം. അല്ല അറാബു അശദ്ദു കുഫ്റൻ വനിഫാഖൻ. അവരെ ഭാഷ എടുത്ത് ഖുർആനെ വ്യാഖ്യാനിക്കരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളതാണ്. അറാബികളെ ഭാഷ എടുത്ത് ഖുർആനെ വ്യാഖ്യാനിക്കരുത്. ഖുർആനിലെ ബത്തന എന്താണെന്ന് നോക്കുക, പള്ളയാണ്. ഇതൊക്കെ അട്ടിമറിച്ചിന് നമ്മൾ എന്താ ചെയ്യണത്? അപ്പൊ അതാണ് ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ വനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. അദ്ദേഹം സഖീമായപ്പോൾ അദ്ദേഹത്തെ ഞാൻ നിഷേധിച്ചു, കളവാക്കി കളഞ്ഞു. അല്ല പറയാം, അല്ല കളവാക്കും. സഖീമും അത് ഇബ്രാഹിം പറഞ്ഞില്ലേ, സഖീം. ഞാൻ സഖീമാണ് പോന്ന്. കാരണം നെജുമിനൊന്നും എടുക്കാൻ പറ്റൂല, ഞാൻ അതിനെ നിഷേധിക്കണം. അല്ല എനിക്കിപ്പോ രോഗമല്ല, എനിക്കിപ്പോ പനിയും തലവേദനയും. മൂപ്പര് നെജുമ് കണ്ടപ്പോ പറഞ്ഞില്ലേ അത് പറ്റൂല, അത് നല്ലതാണ്. ഞാൻ സഖീമെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ രോഗിയാണ്, ഞാൻ അതിനെ നിഷേധിക്കുകയാണെന്നാണ് ഇതർത്ഥം. എനിക്ക് ആ ആശയം പൂർണ്ണമായിട്ടും ശരിയാണില്ല. അതിന് പിന്നെ പറയാം. ഇബ്രാഹിം ഓരോന്നും കണ്ടപ്പോ മൂപ്പര് സഖീമായി ഇബ്രാഹിം, അതിനെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. ബഹുവ സഖീം എന്ന് ഇബ്രാഹിം മുക്കദ്ദിബായി, കളവാക്കി കളഞ്ഞു. അതാണ് സഖീമാകാന്ന്. മരീലാകുക എന്നൊക്കെ പറഞ്ഞാൽ സഖീമും മരീലും ഒക്കെ അതാണ്, രോഗിയായ. വാമ്പത്തിനാ അലൈഹി ശജറത്തം മിൻ യഖ്തീൻ. അത് മതി, മതി. പുതിയൊരു മരം മുളപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിന് ഖുർആനെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവസാനിപ്പിക്കാം. ഖുർആനെ എന്റെ സഹോദരങ്ങളും ഇപ്പൊ ഷജറത്ത് നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മരം കാണരുത്. ഞാൻ ചോദിച്ചു എങ്ങനെ നിങ്ങൾ ഖുർആനിന് ഷജറത്തിന് മരം നടത്താൻ പറഞ്ഞു? ഖുർആനില് ഷജറത്ത് എന്ന് പറഞ്ഞാൽ ഷജറത്തും മുബാറക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ല മരാണ്, നല്ല മരം, നല്ല ആശയമാണത്. ഷജറ എന്ന് പറഞ്ഞാൽ ഇവന്റെ മനസ്സിന് പിന്നെ പല ശാഖോപശാഖകളായി അവനിൽ ജ്ഞാനങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നതാണ്. അതാണ് അവനിൽ വളരുന്ന നല്ല ഷജറത്തും മുബാറക്കത്തായിരിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ മനസ്സിൽ വളരുന്ന മരമാണത്, മുബാറക്കത്താണത്. അത് മുബാറക്കത്താവുമ്പോ ഹബീസത്താവുമ്പോ അത് മോശ മരമാണ്. ഷജറത്തും ഹബീസത്തുണ്ട്, ഷജറത്തും ത്വയ്യിബത്തും ഉണ്ട്, ഷജറത്തും മുബാറക്കത്തും ഉണ്ട്, ഷജറത്തും മൽഊനത്തും ഉണ്ട്. അത് പാടില്ല, അത് പാടില്ല. ഇത് ഖുർആനിൽ നിന്ന് കിട്ടണേ. ഇതിന് റൂട്ടിന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കിട്ടുക. റൂട്ട് ഈ ഷജറത്ത് എന്ന് പറയാനുള്ള കാരണം ഇവന്റെ ഒരു വിത്തായി ഇവന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയം വളർന്നു വലുതായി വൃക്ഷമായി, നല്ല വൃക്ഷമായി അതിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ ആശയമാണ് അവന്റെ മനസ്സിലുള്ള ഷജറത്ത്. അങ്ങനെ റൂട്ട് വിശദീകരിച്ചത് അങ്ങനെയുണ്ട്. ഞാനൊരിക്കൽ ജിൽബാബ് വിശദീകരിച്ചപ്പോൾ അതൊക്കെ ആളുകൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇനിയിപ്പോ ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ നൽകും. ജലബ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ജലബ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വലിച്ചെടുക്കുന്നു, ജലബ. അത് ഞാൻ ജലബ എന്ന് പറഞ്ഞു, വലിച്ചെടുക്കണം. ഖുർആനും പറഞ്ഞു, ഖുർആന് ശൈത്താനോട് പറഞ്ഞല്ലോ, അതാണ് വജുലുബ് എന്ന് പറഞ്ഞാൽ ആ ശൈത്താനോട് പറയാം, ആളുകൾ നിന്നിലേക്ക് കഴിയുന്നത്ര നിന്റെ ഭാവനകൾ കൊണ്ട്. അതാണ് ഹൈല്, കുതിരയല്ല, ഖയാല്.
നീ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആശയങ്ങൾ കൊണ്ട് കഴിയുന്നത്ര ആളുകളെ ജിൽബ് ചെയ്യുക, വലിച്ചു കൊണ്ടുവരിക. അപ്പൊ ഖുർആനും പ്രവാചകന്മാരും അവര് പഠിപ്പിച്ച ആ ആശയങ്ങൾ വെച്ചുകൊണ്ട് അവരിലേക്ക് പ്രവാചകന്മാരിലൂടെ, ദൈവദൂതന്മാരിലൂടെ, അമ്പിയാക്കന്മാരിലൂടെ, റസൂലുമാരിലൂടെ, നബീറുമാരിലൂടെ അവരിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ജ്ഞാനങ്ങളാണ് ജിൽബാബ്. ആ ജിൽബാബുകളെ യുദിനീന അവരിലേക്ക് അടുപ്പിക്കട്ടെ എന്നാണ്, യുഖരിബിനാണ്, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അതാണ് ആ ജിൽബാബുകൾ, ആ ജ്ഞാനങ്ങൾ, ആ അറിവുകൾ ഏതിലൂടെ കിട്ടിയത്? അവർക്ക് റസൂലുമാര് കൊണ്ടുവന്നു കൊടുത്ത, നബിമാര് കൊണ്ടുവന്നു കൊടുത്ത ആ ജ്ഞാനത്തിലൂടെ അവർക്ക് കിട്ടുന്ന ജ്ഞാനങ്ങളാണ് ജിൽബാബ്. അതിനെ അവരിലേക്ക് മുഖരിബാകട്ടെ ആകട്ടെ എന്ന് പറഞ്ഞാൽ മൂമിനത്താക്കി മാറ്റി അവർ ഉൾക്കൊള്ളട്ടെ എന്നാണ്. അതിനെ അകറ്റരുത്. അതിന് ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. ധന എന്ന് പറഞ്ഞാൽ അടുത്ത്, യുദിനീന എന്ന് പറഞ്ഞാൽ അടുപ്പിക്കട്ടെ, അവരെ അടുത്തേക്ക് കൊണ്ടുവരട്ടെ. ആ ആശയങ്ങൾ അകറ്റി നിർത്തരുത്, നിഷേധിക്കരുത്. അപ്പോ ഖുർആൻ എനിക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാണ്. പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കുക. അതാണ് ഈ ഷജറത്തും മിൻ യഖ്തീന എന്താണെന്നുള്ളതൊക്കെ. പിന്നെ എവിടെയാണ് മുളപ്പിക്കുന്നത്? മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ വിചാരിച്ചിരിക്കുന്നതാണ് മുളക്കാണ്. നബത്താന്ന് പറഞ്ഞാൽ ഇതും മുളച്ച് പൊന്തുന്നത് ഇവിടെയാണ്, മണ്ണിലല്ല. വല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാത്താന്ന് പറഞ്ഞല്ലോ. അള്ളാഹു നിങ്ങളെ അർളിൽ നിന്നും മുളപ്പിച്ചിട്ടാണ്. ഞാൻ നിങ്ങളൊക്കെ ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചതാ? അത് പറയും. അള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. വല്ലാഹു നൂഹ് തന്റെ ജനതയോട് പറഞ്ഞ വാക്കാം. വല്ലാഹു അമ്പത്തക്കും, അള്ളാഹു നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നബാത്തൻ, ചെടികളായിക്കൊണ്ട്. ഇത് ആര് പറഞ്ഞതാ? ആരോട് പറഞ്ഞതാ? നൂഹ് തന്റെ ജനതയോട്, ആ മനുഷ്യന്മാരോട് പറഞ്ഞതാ. ഇതെന്താണ്? നമ്മൾ ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടായതാ? നമ്മളിൽ ഈ ഖുർആനിൽ നിന്നാണ് അതാണ് അർള്. ഖുർആനിൽ നിന്നാണ് അള്ളാഹു നമ്മളിൽ ഈ നബാത്ത്, ഈ ആശയങ്ങൾ മുളപ്പിക്കുകയാണ്. മനസ്സിലായോ? ഈ സത്യത്തിന്റെ ആശയങ്ങൾ നമ്മളിൽ മുളപ്പിക്കുകയാണ്. മറിയമിനെ അങ്ങനെ മുളപ്പിച്ചതാണ്. സൂറത്ത് ആൽ ഇംറാനിൽ മറിയമിനെ മുളപ്പിച്ചു എന്നാണില്ലേ? നബാത്തൻ ഹസനൻ, റിസ്കൻ ഹസനൻ, നബാത്തൻ ഹസൻ എന്നാണ്. മറിയമും മുളച്ചുണ്ടായതാണ്. മറിയമിനെയും മുളപ്പിച്ചു എന്ന് ഖുർആനുണ്ട്. എവിടുന്നാ ഈ മുളക്കണത്? എവിടുന്നാ ഈ മുളച്ചു പൊന്തുന്നത്? അപ്പൊ അതാണ് ഈ ആശയങ്ങൾ വിത്തായി മുളച്ചുണ്ടാക്കി ഈ ഖുർആനിൽ, ഈ ഖുർആനാവുന്ന മനസ്സിന്റെ ഭൂമികയിൽ നിന്ന് ഈ ആശയങ്ങൾ ഓരോന്നും മുളച്ചുണ്ടാവുകയാണ്. അങ്ങനെ മുളച്ചുണ്ടായ ഒരു ആശയമാണ് മറിയം. അതിൽ നിന്ന് മുളച്ചുണ്ടായതാണ് ഈസ. അതിൽ നിന്ന് തെറ്റു വീണതാണ് ഈസ. ഒക്കെ അട്ടിമറിച്ചിട്ട്, ഒക്കെ ഭൗതികമായി കണ്ടു. മറിയമിനോട് പറഞ്ഞു, നിന്റെ തഹത്തക്ക് ശരിയ, നിന്റെ ചോട്ടില് അരുവി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ താഴ്ഭാഗത്ത് കൂടി പോണ അരുവിയാക്കി. ശരിയാന്ന് പറഞ്ഞാൽ സറ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇങ്ങനെ ശരിക്കും തസറ എന്ന് പറഞ്ഞാൽ ഈ രക്തം ഇങ്ങനെ ഓടുന്നതിന് തസറ. നമ്മളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ അരിച്ചിറങ്ങുന്ന അരുവിയാണത്. ആശയത്തിന്റെ അരുവിയാണത്. ആ അരുവിയിലൂടെയാണ്, ആ അറിവിലൂടെയാണ് അസ്റാബി അബ്ദി, അതിലൂടെയാണ് യാത്രയാക്കിയത്. അതാണ് സാറ, അതാണ് സീറൂഫിൽ അർളി. ഖുർആനിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അതാണ് അസ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ സഞ്ചരിപ്പിക്കുകയാണ്. മൂസ തന്റെ അഹിലുമായിട്ട് സാറബിയാഹിലിഹി, നൂഹ് തന്റെ അഹിലുമായിട്ട് അസർബി അഹിലിക്കാം,
നിന്റെ ഈമാനിനെ നീ ഓർത്തണം. അഹിലെന്ന് പറഞ്ഞാൽ ഈമാനാണ്. നിന്റെ വാപ്പയും നീ കുട്ടികളും മക്കളും പെണ്ണുങ്ങളും കുട്ടികളും അല്ല, വേണമെങ്കിൽ എടുത്താൽ മതി. അഹിലെന്ന് പറഞ്ഞാൽ അതാണ് നമ്മളിലുള്ള ഈമാനിയായ ആശയം. അതാണല്ലോ ഞാൻ അവർക്ക് വാഹിലഹും മിസ്ലഹും മാഹും, ആ അഹിലും അതുപോലത്തതും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ വാപ്പാനെ പോലത്തെ ഒരു വാപ്പാനെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഓ മിസ്ലഹും മാഹും, അഹിലിനെയും കൊടുത്തു, ഓ മിസ്ലഹും മാഹും, അതുപോലത്തെ ഒന്നും കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏതാ കൊടുത്ത്? വാപ്പാനെ പോലത്തെ ഒരു വാപ്പി, ഉമ്മാനെ പോലത്തെ ഒരു ഉമ്മാനി, ഭാര്യനെ പോലത്തെ ഒരു ഭാര്യനും കുട്ടികളെ പോലത്തെ ഒരു കുട്ടികളല്ല. മൂമിനായ ആശയം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. ഈ ആശയം സ്വീകരിച്ചപ്പോൾ തത്തുല്യമായ നിരവധി ആശയങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. നേരെ ആകട്ടെ, നന്നാകട്ടെ, നല്ല ആശയങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു, വീണ്ടും വീണ്ടും നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ട്. അതാണ് അഹില്. ആ അഹിലുമായിട്ട്, ആ ഈമാനിയായ ആശയവുമായിട്ട് ലൂത്തിനോട് കിതാബിലല്ലയില് ഖുർആനിലെ നിഷേധത്തിന്റെ ആശയത്തിലൂടെ പോകാനാ പറയുന്നത്. എന്തിനാ നിഷേധത്തിലൂടെ പോണത്? ഞാൻ ഇങ്ങനെ വിചാരിച്ചു. തിരിച്ചറിയണം. അതാണ്, രണ്ടും തിരിച്ചറിയണം. കിത്തവ എന്ന് പറഞ്ഞാല്, കഥ എന്ന് പറഞ്ഞാൽ നിഷേധാണ്, മുറിക്കുക. കാലെങ്ങനെ മുറിക്കണ്ടെന്ന് ചോദിച്ചു. കത്തോന്റെ കാല് മുറിക്കാം. കൽബ് എങ്ങനെ മുറിക്കാന്ന് ചോദിച്ചാൽ തകത്താ കുലൂബുഹുന്നുണ്ടല്ലോ, ഓലെ കൽബ് മുറിക്കുന്ന്. കൽബ് എങ്ങനെ മുറിക്കാന്ന് ചോദിച്ചു. നിങ്ങള് തുക്കത്തവും അർജുലഹും ഐതിഹ്യവും, തുക്കത്തവും ഐതിഹ്യവും അർജുലഹും എന്ന കാലും കയ്യും മുറിക്കണം എന്ന് പറഞ്ഞാൽ ആ മുറിക്കലാണെങ്കിൽ തകത്ത കുലൂബുഹുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങൾ മുറിക്കണം എന്നാണ്. അതെവിടെ മുറിച്ചെന്ന് വെച്ചാൽ എന്താ ഈ പറയുന്നത്? മുറിച്ചലല്ലേ, നിഷേധിക്കലാണേ. അവരുടെ കുടലുകൾ മുറിക്കുന്നവരുണ്ട്. കത്ത അമ്മാവുന്നാണ്, അവരുടെ കുടലുകൾ മുറിക്കും. കുടലെങ്ങനെ മുറിച്ച? ഓപ്പറേഷൻ ചെയ്തിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പൊ കഥയെന്ന് കേൾക്കുമ്പോഴത്തേനത് പിന്നെ വെട്ടലാം ബലിക്ക് ഓർമ്മ. കഥയെന്ന് പറഞ്ഞാൽ മുറിക്കലല്ലേ, നിഷേധിക്കലാണ്. അത് ഈത്തപ്പന മുറിച്ച കഥയൊക്കെ കേട്ടിട്ടില്ല നിങ്ങള്? അതിന് നമ്മളൊക്കെ ഇതിലേക്ക് വരുമ്പോഴുള്ള ചോദ്യമായിരുന്നു, ഈത്തപ്പന മുറിച്ച് ആ കഥയത്തൊന്നില്ലീനത്തിൽ നിങ്ങൾ വല്ല ഈത്തപ്പനയും മുറിച്ചിട്ടുണ്ടെങ്കിൽ ഔ തറക്കുമുഹ കായിമത്തൻ, അല്ലെങ്കിൽ ആ ഈത്തപ്പന മുറിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതി ഉണ്ട്. അള്ളാഹു ഫോറസ്റ്റ് ഓഫീസറുണ്ടോ ഉള്ള കുറച്ചു കാലം കുറച്ച് ഈത്തപ്പനകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തു. അല്ല ഇതൊക്കെ മുറിച്ച എന്താ പിന്നെ പറയാ. നമ്പറിടാത്ത കുറച്ച് ഈത്തപ്പനികൾ ഉണ്ടായിരുന്നു, അതൊന്നും മുറിച്ചരുത് കേട്ടോ. നീ പിന്നോട് നിങ്ങൾ ലീനത്ത് എന്ന് പറഞ്ഞ ആയത്താണ്, ലയ്യം എന്ന് പറഞ്ഞ സൗമ്യമായാണ്. സൂറത്ത് താഴെയുള്ള സൂറത്ത് ഷൂറയിലാണ്. അഷൂറയിലാണ് 90% മാറ്റേണ്ടത്. ആ കഥയത്വമ്മിൽ ലീനത്തിൽ നിന്ന് ദൈവത്തിന്റെ സൗമ്യമായ വല്ല ആശയങ്ങളെയും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഔ തറക്കുമുഹ കായിമത്തൻ, അല്ലെങ്കിൽ അതിനെ മൂമിനത്തായിട്ട് കായിമത്ത്, ഉമ്മത്തുൻ കായിമത്തുൻ. അതാ ഉമ്മത്തും കായിമത്ത്, മൂമിനത്തായ ആശയം. ജനതയല്ല കേട്ടോ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ജനതയല്ല, ആശയമാണ്. ഫദ്ഖുലൂ ഫീ ഉമമിൻ മിൻ ഖബലിക്കും എന്ന്, നിങ്ങളുടെ പൂർവികരായ ഉമമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. നമുക്ക് ഇനി മറ്റു കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോ ആ ഉമ്മത്തിലേക്ക് പ്രവേശിക്കാനാ നമ്മളോട് പറയണത്. എങ്ങനെ പ്രവേശിക്കാം? ജനതയാണെങ്കിൽ നഫ്സും വാഹിദത്താണത്, നഫ്സും വാഹിദത്താണ്. കാന ഇബ്രാഹിം ഉമ്മത്തൻ, ഇബ്രാഹിം, അതാ ഞാൻ പറയില്ല, അമ്മ നമുക്ക് പിന്തുടരേണ്ട ഒരു ആശയമാണത്. നമുക്ക് മാതൃകയായി നമ്മളുടെ ജീവിതത്തിൽ ഈട്ടമ്മ പിന്തുടരപ്പെടേണ്ട ഏതേത് ആശയങ്ങളുണ്ടോ അതാണ് നമ്മുടെ ഉമ്മത്ത്, അതാണ് നമ്മുടെ ഉമ്മ്. അതിലേക്ക് ഫദ്ഖുലൂ, ആ ഉമ്മമുകളിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്.
അല്ലാതെ പൂർവ്വ ജനതയിലേക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രവേശിക്കും? ഒന്ന് എനിക്ക് നിരാശല്ല, നിങ്ങൾക്ക് വയ്ക്കുമോ? നിങ്ങൾക്ക് അഭിലിക്കുന്നതാണ്. നിങ്ങളുടെ മുമ്പുള്ള ഉമമിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ, സാധ്യമല്ല. അവർ മുന്നോട്ട് വെച്ച ആശയത്തിലേക്കാണെങ്കിൽ ഓക്കെ, അവർ മുന്നോട്ട് വെച്ച സത്യത്തിന്റെ പിന്തുടരപ്പെടേണ്ട സത്യത്തിന്റെ ആശയങ്ങളിലേക്കാണെങ്കിൽ ഫദ്ഖുലൂ എന്ന കൽപ്പന നമുക്കൊന്ന് നടപ്പിലാക്കി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഖുർആനിനെ നിങ്ങൾ ഖുർആനിന്റെ ഭാഷയിൽ തന്നെ വായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും.